നമസ്കാരം. ആദ്യമായിട്ട് ഈ ഗോരഖ്പൂരിലെ ജനങ്ങൾക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ബാബ ഗോരഖ്നാഥിൻ്റെ ഈ മണ്ണിലേക്ക് വന്ന് നിങ്ങൾ തന്ന ഈ സ്നേഹത്തിനും നിങ്ങളുടെ ഊഷ്മളമായ സ്വീകരണത്തിനും ആദ്യം നന്ദി പറയുകയാണ്. നിങ്ങൾക്കറിയാം, ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ നഗരത്തിൻ്റെ നായകനായ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ്. 5 വർഷം അദ്ദേഹം ചെയ്ത പ്രവൃത്തികളുടെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കാണും, കൂടുതൽ കുറ്റാരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലായിരിക്കും, അതുപോലെ പല ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാനും ഉണ്ട്. ഇപ്പോൾ ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെയാണ്. നഗരമായ ഗോരഖ്പൂർ താങ്കളുടെ പ്രവൃത്തി മണ്ഡലമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹം എൻ്റെ കൺമുമ്പിൽ തന്നെ കാണുന്നുണ്ട്. അതായത് ഗോരഖ്പൂരിൽ ജീവിക്കണമെങ്കിൽ യോഗി യോഗി എന്ന മന്ത്രം ചൊല്ലണമെന്ന ഒരു നിയമം തന്നെയുണ്ട് ഇവിടെ. ആദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത്, താങ്കൾ എന്തുകൊണ്ടാണ് ഗോരഖ്പൂർ തന്നെ ഇലക്ഷനിൽ തിരഞ്ഞെടുത്തത്? ഗോരഖ്പൂരില് ആദ്യം ഞാൻ രജത് സാറിനെയും പിന്നെ നിങ്ങളുടെ ഈ മുഴുവൻ കുടുംബവും എല്ലാവരെയും ഞാൻ ഗോരഖ്പൂരിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇത് ശിവന്റെ നഗരമാണ്. നിങ്ങളിപ്പോൾ വന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിനും ഈ നാടിനും ഈ രാജ്യത്തിനും മുഴുവൻ നല്ലത് മാത്രം നടക്കട്ടെ. ഗോരഖ്പൂര് എൻ്റെ കടമ നയിക്കേണ്ട ഭൂമിയാണ്. 5 പ്രാവശ്യം എന്നെ ഗോരഖ്പൂരിലെ ജനങ്ങൾ ഇവിടുന്ന് പാർലമെൻറ്റിലോട്ട് എന്നെ തിരഞ്ഞെടുത്തയച്ചു. അതിനുശേഷം പാർട്ടിയിൽ എൻ്റെ അടുത്ത് അവർ ചോദിച്ചു, നിങ്ങൾ തിരഞ്ഞെടുപ്പിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം ഏതാണെന്നൊന്ന് പറയാൻ പറ്റുമോ എന്നുള്ള. പല സ്ഥലത്തുനിന്ന് എന്നോട് വരാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഗോരഖ്പൂർ മാത്രം മതി തിരഞ്ഞെടുപ്പിൽ നിൽക്കാനായിട്ടെന്ന് പറഞ്ഞു. കാരണം ഗോരഖ്പൂരിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വളരെ തെളിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെയെല്ലാം. ഇവിടെയുള്ള ഓരോ പൗരനും നാച്ചുറലായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ജനങ്ങളായിരിക്കുമല്ലോ. അവർ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനവും തീരുമാനിച്ചു കഴിഞ്ഞേക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഞാൻ ജനങ്ങളുടെ കയ്യിലോട്ട് തന്നെ മുഴുവനായിട്ട് വിട്ടുകൊടുത്തു. ഞാൻ ഈ നാട് നീളെ ചെന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളൊക്കെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനെല്ലാം ഗോരഖ്പൂർ ജനങ്ങളുടെ കയ്യിലോട്ട് വിട്ടുകൊടുക്കുക. യോഗി സാർ, താങ്കളെ ഗോരഖ്പൂരിലെ ജനങ്ങൾ ഒരു സന്യാസിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ താങ്കളുടെ ശത്രുക്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾ ഒരു സന്യാസിയാണ്, ഇദ്ദേഹത്തിന് കുടുംബമില്ല. അപ്പോൾ കുടുംബത്തിലുള്ളവരുടെ ബുദ്ധിമുട്ട് ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലാകും? കുടുംബത്തിലുള്ളവരുടെ വേദന ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലാകും എന്നാണ് അവർ ചോദിക്കുന്നത്. കുടുംബമുള്ളവരെക്കുറിച്ച് ആ കാര്യങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ. അവർക്ക് കുടുംബമെന്ന് പറയുമ്പോൾ സ്വന്തം വീടിൻ്റെ കാര്യം മാത്രമേ എപ്പോഴും ഓർമ്മയിലുണ്ടാവത്തുള്ളൂ. അതൊഴിച്ച് വേറെ ആരും ഒന്നും കാണുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഉത്തർപ്രദേശിലുള്ള 25 കോടി ആൾക്കാരെ എൻ്റെ സ്വന്തം കുടുംബമായിട്ടാണ് കാണുന്നത്. അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കൊറോണയുടെ സെക്കൻഡ് വേവ് വന്നപ്പോൾ സത്യത്തിൽ എനിക്കും അത് ഭയങ്കരമായിട്ട് നല്ല രീതിക്ക് അഫക്റ്റ് ആയതാ. എൻ്റെ റിപ്പോർട്ട് നെഗറ്റീവ് എന്ന് വന്നതിന് ശേഷം അപ്പോൾ സിറ്റുവേഷൻ കണ്ടിട്ട് ഞാൻ നേരിട്ടിറങ്ങി ജനങ്ങളുടെ അടുത്ത് പോകാനായിട്ട് തീരുമാനിച്ചതാ. അതുപോലെ ഞാൻ ഇറങ്ങിയതാ. ഞാൻ ഒരുപാട് ദേശങ്ങളിലോട്ട് പോകാൻ തുടങ്ങി. ഓരോ ഡിസ്ട്രിക്റ്റിലും ചെന്ന്
അവിടെയുള്ള എല്ലാ റിപ്പോർട്ടും ഞാൻ ചോദിച്ചതാ. ഇവിടെ എത്ര പേർക്ക് അസുഖം പകർന്നിട്ടുണ്ടെന്ന് അവരൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾക്കറിയാവുന്നവരുടെ പേരും ലിസ്റ്റും നമ്പറും എല്ലാം എൻ്റെ ഇതൊന്ന് തരണമെന്ന്. അവരും അതൊക്കെ തന്നു. കാരണം ആ സമയത്ത് എൻ്റെ റിപ്പോർട്ട് നെഗറ്റീവ് എന്നാണ് വന്നിരുന്നത്. എങ്കിലും നമ്മുടെയൊക്കെ സ്വന്തം പ്രധാനമന്ത്രി എനിക്ക് വാർണിംഗ് തന്നതായിരുന്നു, നിങ്ങൾ പുറത്തൊന്നും പോകാൻ പാടില്ലെന്നും പറഞ്ഞ്. പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻ ഏർപ്പെടാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞ്. ഒരുപാട് കാലത്തിന് ഈ പ്രശ്നം ഉണ്ടാവുമെന്നും പറഞ്ഞു. ഒരുപാട് സംഘങ്ങളൊക്കെ ചേർന്ന് എങ്ങനത്തെ കഷ്ടമുള്ള സാഹചര്യം അവർ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കിക്കൊണ്ടാണ് ഇരുന്നത്. ആ സമയത്ത് എനിക്ക് മധുരയിലുള്ള ഒരു ഗ്രാമത്തിലോട്ട് പോകാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടിയിരുന്നു. ഗ്രാമവും നഗരവും ഒരുമിച്ചുള്ളൊരു സ്ഥലം. ഞാൻ പോയി ഒരു വീടിൻ്റെ കതവിൽ തട്ടി നോക്കി. ഞാനൊരു വീട്ടിൽ ചെന്ന് കതവിൽ തട്ടി നോക്കി. അവിടെ കോവിഡ് പോസിറ്റീവ്. ഞാൻ കതവിൽ തട്ടിയതിന് ശേഷം അവർ അകത്തുനിന്നൊന്ന് വാതിക്കലിലോട്ട് വന്നായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ എനിക്ക് വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയില്ലായിരുന്നു. കാരണം വലിയ തിരക്കൊന്നും വരാൻ പാടില്ലല്ലോ. എല്ലാവരും ഒരുപാട് ദൂരത്തിലൊക്കെ ആയിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് അവിടെ നിന്ന് കതവ് തുറന്നു നോക്കി. അവരെന്നെ കണ്ടപ്പോൾ അയ്യോ നിങ്ങൾ യോഗിജിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ കണ്ടത് സത്യമല്ലെന്നും പറഞ്ഞു. നിങ്ങളെങ്ങനെ ഇങ്ങോട്ട് എത്തിയെന്നാണ് അവർ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ നിങ്ങളൊക്കെ എല്ലാവരും അതായത് ഭയങ്കരമായിട്ട് കോവിഡ് കാരണം അഫക്റ്റ് ആയിരിക്കുമല്ലേ, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അതുകൊണ്ടാണ് ഞാനവിടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വീട്ടിനകത്ത് ചെന്ന് അവരുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നു. നിങ്ങൾ നോക്കണം, യോഗിജി ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ പോയി എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് അവർ പറഞ്ഞിട്ട് പോയി. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ നന്നായിരുന്നാലേ ഈ ദേശം നന്നായിരിക്കുള്ളൂ എന്ന്. അത് ഞങ്ങളെക്കുറിച്ചൊന്ന് ആലോചിക്കാനായിട്ട് പോലും നിങ്ങൾ നന്നായിരുന്നാലല്ലേ, അതായത് നിങ്ങൾക്ക് അഫക്റ്റ് ഇല്ലെങ്കിലല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് നിങ്ങളും ഈ രാജ്യത്തിൻ്റെ ജനങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ഓരോരുത്തരും പോയി കാണുന്നത് എൻ്റെ കടമയാണ്. സാറേ നിങ്ങളൊന്ന് നോക്കണം, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട. ദിവസവും ഗവൺമെൻറ് ഓഫീസിൽ ഞങ്ങൾക്ക് ഫോൺ വരുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ പ്രശ്നമില്ലല്ലോ എന്ന് എപ്പോഴും ചോദിക്കുകയും ചെയ്യും. ഡോക്ടർമാരുടെ ടീമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കുന്നുമുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു ടീം വന്ന് അവരെ ചോദിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഒരു വീട്ടിൽ ആരേലും വയ്യാണ്ടൊന്നും ഇരുന്നിരുന്നാൽ പോലും ആരും ഇങ്ങനെ നോക്കത്തില്ല അത്രേ. ഞങ്ങൾക്ക് വേണ്ടി സമയം ഒതുക്കി അവർ ഞങ്ങൾ നോക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ജനങ്ങളുടെ ഓരോ അവസ്ഥ നോക്കുന്നത് എൻ്റെ ഒരു കടമയാണ്. അതിനുവേണ്ടി ഞങ്ങളൊരു സംഘത്തിന് ഏർപ്പാട് ചെയ്ത് ഓരോരുത്തർക്കും അവരുടെ ആവശ്യങ്ങൾക്ക് ഏറ്റ പോലെ ആളുകളെ സെറ്റ് ചെയ്ത് ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തു. ആ പണിയും പ്രവൃത്തിയും നടക്കുമ്പോൾ ഞങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു വേദന എന്നെപ്പോലത്തെ സന്യാസിമാർക്കേ അത് മനസ്സിലാവുള്ളൂ. കുടുംബം എന്ന് പറഞ്ഞവർ, ഇതിനു മുമ്പ് ഇവിടെയൊക്കെ രാഷ്ട്രീയ ഭരണം നടത്തിയവർ, എത്ര പേരാ കൊറോണയുടെ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രകൃതിയായിട്ട് വന്ന പ്രശ്നങ്ങളിൽ ആരെങ്കിലും ഇതിനു മുമ്പ് നിന്നിട്ടുണ്ടോ? ഉണ്ടോയെന്ന് പറയണം. ആരുമില്ല. പക്ഷേ ജനങ്ങളുടെ ഒരു ചിന്ത എന്താന്ന് ഞാനൊരു കറക്റ്റായ സമയത്ത് പറയാം. ഇന്ന് 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ അടുത്തും മോദിജിയുടെ അടുത്തും യോഗിജിയുടെ അടുത്തും ഒരു അടുപ്പവും വിശ്വാസവും വന്നിട്ടുണ്ട്. കുടുംബ രാഷ്ട്രീയവും സന്തതികളായിട്ട് വരുന്നതും ഇങ്ങനെ ചെയ്യുന്ന ആരെയും ഈ ജനങ്ങൾക്ക് വേണ്ടല്ലോ. കാരണം നമ്മുടെ ജനങ്ങൾക്കറിയാം, ഉത്തർപ്രദേശിലെ ജനങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം. അവരുടെ ഓരോ കരുതലും ഈ ഡിസ്ട്രിക്റ്റിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയല്ല, അവരുടെ ഓരോ കരുതലും അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രം. അല്ലെങ്കിൽ മാഫിയയുടെ മേത്തായിരുന്നു, അല്ലെങ്കിൽ അഥവാ ഗ്യാങ്സ്റ്റർ ആളുകളുടെ മേത്തൊക്കെ, അതും അല്ലെങ്കിൽ തീവ്രവാദികളുടെ മേത്ത്, അല്ലാണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല. രാഷ്ട്രീയക്കാർക്ക് കുടുംബം ഉണ്ടെങ്കിൽ പല പ്രയോജനവും ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ കരുകലിൽ അഖിലേഷ് യാദവ് പ്രചാരണത്തിന് വേണ്ടി പോയ സമയത്ത് മുലായം സിംഗും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ചിറ്റപ്പനും ഉണ്ടായിരുന്നു, ധാരാളം ബന്ധുക്കളുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ പറയുന്നത്. അവർക്ക് വേണ്ടി അവരുടെ കുടുംബം പ്രചരണം ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ കുടുംബങ്ങൾ ചെയ്യുന്നുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഹോദരിയെ ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. താങ്കളുടെ സഹോദരിയുടെ ചില ഫോട്ടോകളും ഞാൻ കണ്ടിരുന്നു. അവർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ്, അത് താങ്കളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അറിഞ്ഞത് അവിടേക്ക് ആരെങ്കിലും പോവുകയാണെങ്കിൽ ഉത്തർപ്രദേശിന്റെ സാഹചര്യം എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാം. ഈ ഫോട്ടോകൾ കാണൂ.
വീട്ടിൽ നിന്നും പല കിലോമീറ്റർ നടന്നു വരുന്നു, ഒരു ചായക്കട നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ പ്രസാദം വിൽക്കുന്ന കടയും നടത്തുന്നുണ്ട്. എല്ലാവരും തങ്ങളുടെ കുടുംബത്തിനെയും ശ്രദ്ധിക്കുന്നുണ്ട്. താങ്കൾക്ക് അങ്ങനെ എന്തുകൊണ്ട് തോന്നുന്നില്ല? ഞാനൊരു സന്യാസിയാ. എനിക്ക് എൻ്റെ നാട്ടിലെ എല്ലാ ജനങ്ങളെയും നോക്കേണ്ട ഒരു കടമയുണ്ട്. ഒരു ചീഫ് മിനിസ്റ്ററായിട്ട് എൻ്റെ പക്കലുള്ളത് ഈ ഭരണം. ഞാനൊരു സത്യം ചെയ്തു കൊടുത്തിട്ടുള്ള സത്യപ്രതിജ്ഞയാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല. വിജയിക്കട്ടെ, 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 ശരി വിജയിക്കട്ടെ. ശരി, യോഗി സാർ, താങ്കൾ കുടുംബത്തിനെ കുറിച്ച് സങ്കടപ്പെടാതെ ഒരു സന്യാസിയായി ഈ സംസ്ഥാനത്തെ മുഴുവൻ ശ്രദ്ധിക്കുകയാണ്. താങ്കളുടെ സഹോദരിയെ ശ്രദ്ധിക്കാതെ താങ്കൾ ഉത്തർപ്രദേശിലെ ജനങ്ങളെ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ ചില മുസ്ലിം സ്ത്രീകൾ എന്നെ കണ്ടിരുന്നു. അവർ പറയുന്നത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് ധരിക്കുന്നത്, പക്ഷെ അവർക്ക് ഹിജാബ് ധരിക്കാൻ അനുവാദമില്ലെന്ന്. അതായത് ആരെന്ത് വസ്ത്രം അണിഞ്ഞാലും എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. അവർ വീട്ടിലെന്ത് ധരിക്കുന്നു, പുറത്തെന്ത് ധരിക്കുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്ത് ധരിക്കുന്നു, ഇതിലൊന്നും എനിക്കൊരു ബന്ധവുമില്ല. അതൊക്കെ എതിർക്കാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു അർഹതയും ഇല്ലല്ലോ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ നാട് കൊടുത്തിരിക്കുന്ന റൂൾസിൻ്റെ പ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. അതുതന്നെ എല്ലാവർക്കും നല്ലത്. അതായത് നാട്ടിൽ നിന്ന് സ്ട്രിക്റ്റായ ഭരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കല്യാണം പോലത്തെ ഓരോ ശീലങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് തടയാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അതുകൊണ്ട് തനിച്ചൊരു വിശ്വാസം ഉണ്ടാവും. ഈ നാടിന് അതിനായിട്ടുള്ള സമ്പ്രദായവും സാഹിത്യങ്ങളും ഉണ്ടല്ലോ. കുംഭമേള പോലത്തെ വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഒരു കാലത്ത് അതുപോലത്തെ ചടങ്ങുകളിൽ ആരാണോ ആദ്യം ആ പുണ്യ നദിയിൽ മുങ്ങി എണിക്കാൻ പോകുന്ന ആ സംഘത്തിൽ ഓരോരുത്തരും കിടന്ന് വഴക്കിട്ട കാലങ്ങളും ഉണ്ട്. അതിനായി കൊലപാതകവും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദേശത്തിനെക്കുറിച്ച്, ഇവിടുത്തെ സമ്പ്രദായങ്ങളെക്കുറിച്ച് ഓരോരുത്തരും മനസ്സിൽ വെച്ചോണ്ട് അഹംഭാവമൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ആ ചടങ്ങ് നല്ല രീതിക്ക് നടത്തിയത്. അത് കാണപ്പെട്ട സത്യമാണ്. പക്ഷേ നിങ്ങൾക്കുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തന്നെയായിരിക്കണ്ടേ. ആ വിശ്വാസം നാടുകളിൽ ചെന്ന് പറയാൻ പാടില്ല. അവസാനം നമുക്ക് സുരക്ഷയും പിന്നെ പ്രൊട്ടക്ഷനും തരുന്നത് അതൊരു ഉയർന്ന കടമയാണെങ്കിൽ അത് ഈ ദേശത്തിൻ്റെ കടമയായിരിക്കണം. ആ ദേശീയ കടമ ഇല്ലാണ്ട് ഒരാളോ അല്ലെങ്കിൽ ഒരു സംഘമോ ഉണ്ടാവാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അത് തെറ്റ് തന്നെയാണ്. അതൊരു തെറ്റായ ചിന്താഗതിയാണെന്നേ ഞാൻ പറയുള്ളൂ. ഏതൊരു സമയത്തും നമ്മുടെ ദേശത്തിൻ്റെ കടമകളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ, അതായത് ഒരു പെൺകുട്ടി സ്കൂളിലോട്ട് പോവുകയാണ്, ആ സ്കൂളിലുള്ള യൂണിഫോം ഇട്ടിട്ട്, അങ്ങനെ യൂണിഫോം ഇട്ട് പോയാലായിരിക്കും അത് ശരി. ഒരു പയ്യൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിൻ്റെ യൂണിഫോം ഇട്ട് പോയാലാ ശരി, അപ്പോഴാണത് ശരി. അങ്ങനെ അല്ലെങ്കിൽ ആദ്യം സ്കൂളിൽ കോളേജിലെ ആൾക്കാരൊന്ന് ചോദിക്കും, പിന്നീട് നാടിന് സുരക്ഷ തരേണ്ട എല്ലാവരും അത് ചോദിക്കും. പിന്നെ നമ്മുടെ അതായത് കോടതി പോലും തെളിച്ചിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സമുദായത്തിനെ പോലും നമ്മൾ അതായത് പോയിൻ്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. അവിടെ തനിച്ചറിയപ്പെടുന്ന ഒരു ഡ്രസ്സോ ഒന്നും കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെയൊക്കെ എല്ലാം യൂണിഫോം ആയിരിക്കണം, എല്ലാം ഒരുപോലെ ഈക്വൽ ആയിരിക്കണം. ആ ഒരു എമോഷന് നമ്മൾ ഒരു നല്ല റെസ്പെക്റ്റ് കൊടുക്കണം. ഒരു കമ്പനിക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ടെങ്കിൽ അത് കേൾക്കാണ്ടിരിക്കാനോ അത് ഫോളോ ചെയ്യാണ്ടിരിക്കാനോ നമ്മൾ പെർമിഷൻ കൊടുക്കാൻ പാടില്ല. താങ്കൾ സ്കൂളിനെ കുറിച്ച് സംസാരിക്കുന്നു. അസദുദ്ദീൻ ഒവൈസി സാർ കർണാടകയിൽ നടന്ന സംഭവങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ഒരു ദിവസം ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകണമെന്ന് പറയുന്നു. അതായത് ഞാനൊന്ന് മിസ്റ്റർ ഒവൈസിയോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും അതായത് മുസ്ലിം പെണ്ണുങ്ങൾ വിശ്വാസത്തോടെ മുന്നേറി വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹം അവരുടെ നല്ലതിന് വേണ്ടിയാണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ
തീൻ തലാഖ് എന്നൊരു റൂൾസ് വന്നായിരുന്നു. അദ്ദേഹം അതിന് സപ്പോർട്ട് ചെയ്യരുത്, അത് വേണ്ടെന്ന് പറയണം. അദ്ദേഹം അവിടെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അദ്ദേഹം ശരിക്കും, അതായത് മുസ്ലിം പെണ്ണുങ്ങൾക്ക് വേണ്ടി നല്ലത് വിചാരിക്കുവാന്ന് ഞങ്ങൾ വിചാരിക്കും. അതും പറഞ്ഞ് ജനങ്ങളിൽ പകുതി ആൾക്കാരെയും, അതായത് നീതിയില്ലാണ്ടും ഒരു നിയമത്തിനെതിരായിട്ടുള്ള രീതിക്ക് വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് തീൻ തലാഖ് ഇന്നും, അതായത് രാഷ്ട്രീയപരമായിട്ട് കായികപരമായിട്ട് എതിരായിട്ടാണ് സംസാരിക്കപ്പെടുന്നത്. ഈ നാട്ടിലെ തീൻ തലാഖ് എന്ന് പറയുന്ന ആ ഒരു റൂൾസ് വന്ന സമയത്ത് അതിലാദ്യം സമ്മതിച്ച് ഈ ഉത്തർപ്രദേശിൽ ഞാൻ തന്നെയാണ്. അതിനുവേണ്ടി ഒരു സമ്മേളനം നടത്തിയായിരുന്നു ഞാൻ. അതായത് ഡിവോഴ്സ് നടത്തിയ എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ ലക്നൗവിൽ വിളിച്ചുകൊണ്ട് വന്ന് ഞാനൊരു നല്ല മര്യാദ കൊടുത്തു. തീൻ തലാഖിനെതിരായിട്ടുള്ള ഈ റൂൾസ് ഈ ഹിസ്റ്ററിയിൽ ഒരു വലിയ കാര്യം തന്നെയാണ്, ജനസംഖ്യയിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെട്ടതും. പക്ഷേ ഉത്തർപ്രദേശിൽ ബാഹുബലി അല്ല ബജരംഗബലിയാണ് ഉള്ളതെന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ പലരുടെയും ഹൃദയമിടിപ്പ് കൂടുന്നു. അതായത് ഉത്തർപ്രദേശിൽ വേറെ പെർസ്പെക്റ്റീവിലുള്ള ഭരണം. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കുറ്റവാളിക്കും ഈ കാലം അവസാനിച്ചു. മാർച്ച് 10-ാം തീയതിക്ക് ശേഷം ഇവരിൽ ആരെയും പുറത്തൊന്നും കാണാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങളിതിൽ പലരെയും കണ്ടു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ അറിവിപ്പ് വന്നതിന് ശേഷം 4.5 കൊല്ലമായിട്ട് ഒളിച്ചിരുന്ന, ഗുഹയിൽ പതുങ്ങിയിരുന്ന പലരും തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷന് ശേഷം പതിയെ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചില സ്ഥലത്ത് പേടിപ്പിച്ചു നോക്കി, ചില സ്ഥലത്ത് വേറെന്തേലും പ്രയോഗം. പക്ഷേ ആദ്യത്തെ 2 സ്ഥാനത്തുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവരെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ 2 ഘട്ടത്തിലുള്ള തിരഞ്ഞെടുപ്പും കഴിഞ്ഞതിന് ശേഷം അതിനും പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് പാർട്ടിക്കാർ അവർ മുന്നിലുണ്ടാവുന്നവർ വിചാരിച്ചു. പക്ഷേ അവർ ഷോക്കായിപ്പോയി. അതായത് നാട്ടിലും, അതായത് പിന്നെ പുറം നാട്ടിലും ഇതിനായിട്ടുള്ള എല്ലാ ചതികളും ഉപയോഗിച്ച് BJP പാർട്ടിയെ ഇല്ലാണ്ടാക്കാൻ നോക്കിയ ഓരോ സമയത്തും ഭാരതീയ ജനതാ പാർട്ടി ഓരോ സ്ഥലത്തും മുൻവന്നുകൊണ്ടിരുന്നു. അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ഹെഡൊക്കെ മറ്റുള്ള നാടുകളിലോട്ട് കയറി ഓടാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഒരാൾ ഇംഗ്ലണ്ടിലോട്ട് പോകുന്നു, ഒരാൾ ഓസ്ട്രേലിയയിലോട്ട് പോകുന്നു. പിന്നെ പ്രത്യേകിച്ച് ഓടാൻ അറിയാത്തവരൊക്കെ നേപ്പാളിലോട്ടാണ് ഓടിയത്. പിന്നെ ഞങ്ങളും നേപ്പാൾ ഭാഗത്ത് ബോർഡറിൻ്റെ അടുത്ത് കുറച്ച് എക്സ്ട്രാ മിലിറ്ററി ആളുകൾ ഇട്ടിട്ടുണ്ട്, വലിയ വലിയ ഓഫീസർമാരെ. അവരുടെ ആവേശം ഒന്ന് പതിയെ അടക്കി കഴിഞ്ഞാൽ അവർ താനെ അവരുടെ വഴി നോക്കി പൊക്കോളും. സത്യം. പക്ഷേ അവരും മാറിയിരിക്കുകയാണ്. താങ്കൾ തന്നെ പറഞ്ഞില്ലേ, രാമഭക്തരുടെ നേരെ വെടിവെച്ചവരൊക്കെ ഇപ്പോൾ ഹനുമാൻ ഭക്തരായിട്ട് മാറിയെന്ന്. ഇതാണ് മാറ്റം. നല്ല കാര്യമല്ലേ ഇത്? ഇതൊക്കെ മാറണം. അതൊക്കെ എനിക്ക് നല്ല കാര്യം തന്നെയാണ്. ഇത് നോക്ക്, അതായത് എത്രത്തോളം വലിയൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. 1990 രാമഭക്തൻ്റെ മേത്ത് ഷൂട്ടൗട്ട്, അയോധ്യയുടെ മേത്ത് പറവ പോലും പറക്കരുതെന്ന് പറഞ്ഞ സംഘമാണ് ഇവരൊക്കെ. 2005-ലും 2006-ലും അതായത് രാമനും കൃഷ്ണനും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ 2017 വിളക്കിൻ്റെ ഉത്സവം അയോധ്യയിൽ ആരംഭിച്ചപ്പോൾ അതും അവർ തെറ്റു പറഞ്ഞുകൊണ്ടായിരുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി അയോധ്യയിൽ രാമൻ്റെ അമ്പലം കെട്ടാനായിട്ട് ശിലാസ്ഥാനം വെച്ചപ്പോൾ, അതായത് കല്ല് വെച്ച സമയത്ത് നാട് നീളെ ഒരു പുതിയ പ്രവൃത്തി തന്നെ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ സംസാരം മാറിയത് രാമൻ എല്ലാവർക്കും പൊതുവേ ഉള്ള ആളാന്ന് പറഞ്ഞു. അതിനു മുമ്പ് രാമനോടൊന്നും ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. പിന്നീട് രാമൻ എന്താണെന്ന് എല്ലാവരും അറിഞ്ഞതിന് ശേഷം പതുക്കെ പതുക്കെ എല്ലാവരും വിശ്വസിച്ചു തുടങ്ങി. അതിൻ്റെ ഒപ്പം ഉത്തർപ്രദേശിൽ ആ ചെറുപ്പക്കാരുടെ ഒരു അവസ്ഥ ആലോചിക്കണം. ഇതിനുശേഷം ഏതൊരു സ്റ്റേജിൽ പോയാലും ആ കുറ്റവാളികളൊക്കെ ആദരിച്ച അദ്ദേഹം ആയുധങ്ങൾ ഉണ്ടാക്കിയവരും പിന്നെ റോബറി നടത്തിയവരും, ഇപ്പം അദ്ദേഹം എവിടെ പോയാലും ഹനുമാന്റെ ഗത എടുത്തോണ്ടാണ് പോകുന്നത്. നിങ്ങളും നോക്കണം. അതായത് ഉത്തർപ്രദേശിലെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 2024 പാർലമെന്റ് ഇലക്ഷൻ വരുന്ന സമയത്ത് അയോധ്യയിൽ ഒരു വലിയ രാമന്റെ അമ്പലം കെട്ടി തീർത്തിട്ടുണ്ടാവും. അതേ സമയത്ത് രാമൻ എല്ലാരെയും അനുഗ്രഹിച്ചുമിരിക്കും. ഇതിനു മുമ്പ് ഈ ആയുധങ്ങളുടെ പരിപാടിയിലൊക്കെ ഇരുന്ന അദ്ദേഹം ഇപ്പൊ ഹനുമാന്റെ ഗത എടുത്തോണ്ടാ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. നാളെ അതേ അയോധ്യയിൽ സേവ ചെയ്യാനായിട്ട് ലൈനിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം.
പക്ഷേ താങ്കളും ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. പഴയ സർക്കാർ കല്ലറകൾക്കാണ് ചെലവാക്കിയത്, ഞങ്ങൾ പുണ്യസ്ഥലങ്ങൾക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നതെന്ന്. അത് സത്യമല്ലേ? കല്ലറകളും വേണ്ടേ? അതായത് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. ഒരുത്തൻ്റെ ചിന്ത എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അവൻ ചെയ്യുന്നതും. ഞാൻ ഗോരഖ്പൂരിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പണിയെടുക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഇന്നിങ്ങനെ നല്ലൊരു മെഡിക്കൽ സയൻസ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ക്ലോസ് ചെയ്യപ്പെട്ടിരുന്ന വളത്തിൻ്റെ ഫാക്ടറിയൊക്കെ നമ്മൾ നല്ല രീതിക്ക് തുറന്നു. ഇവിടെ ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ജനങ്ങൾ കുടുംബത്തോടെ ഗോരഖ്പൂരിലോട്ട് വന്നു പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുക്കണം. പ്രകൃതിയായിട്ട് ഗോരഖ്പൂരിന് ഒരു നല്ല ഭംഗി നൽകിയിട്ടുണ്ട്. രാംഗാഡ് പോലെ ഒരു വലിയ കുളവുമുണ്ട്. ഒരു ദിവസം ഞാനത് കണ്ടതായിരുന്നു. അവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ചിലർ ചുറ്റിക്കാണാനായിട്ട് വന്നു, ചിലർ വെറുതെ വന്നു, പിന്നെ ചിലർ അവിടെ തന്നെ ഉള്ളവരുമായിരിക്കാം. ഈ വലിയൊരു അരങ്ങവും ഗോരഖ്പൂർ ജനങ്ങൾക്ക് ഈ 5 വർഷക്കാലത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഗോരഖ്പൂരിലെ 2017 മുൻപ് ഗോരഖ്പൂരിൽ കറണ്ട് കറക്റ്റായിട്ട് വരത്തില്ല. കറണ്ട് വരില്ലായിരുന്നു. ഇപ്പോൾ ഈ ഫ്രീനെ കുറിച്ച് പറയുന്നില്ല ആൾക്കാർ. അന്നൊന്നും കറണ്ടേ ഇല്ല. ഇരുട്ടിൽ ജീവിക്കാൻ അവർ പഠിച്ചിരുന്നത്. അവരെല്ലാം ഇരുട്ടിലായിരുന്നു ചെയ്ത് ശീലിച്ചതും. അതുകൊണ്ട് കറണ്ട് നൽകിയിട്ടില്ലായിരുന്നു. ഞാൻ CM ആയതിനു ശേഷം ആൾക്കാർ ആദ്യം പറഞ്ഞത് 24 മണിക്കൂറും ഗോരഖ്പൂരിന് കറണ്ട് വേണമെന്നായിരുന്നു. ഞാൻ പറഞ്ഞത് ഗോരഖ്പൂർ മാത്രമല്ലല്ലോ, മറ്റുള്ള ദേശവും നമ്മൾ നോക്കണ്ടേ. അതിന് അദ്ദേഹം പറഞ്ഞു, എവിടെയാണോ CM ഉള്ളത് അവിടെയല്ലേ എല്ലാം കിട്ടത്തുള്ളൂ എന്ന്. ഞാൻ ഈ ദേശത്തിനുള്ള CM അല്ലേ, അപ്പോൾ എല്ലാം എനിക്ക് ഒരുപോലെ അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഗോരഖ്പൂരിലുള്ള ഏതൊരാളും ഗോരഖ്പൂരിന് മാത്രമാണ് എല്ലാം കിട്ടണമെന്ന് ഒരിക്കലും വിചാരിക്കത്തില്ല. ഈ ദേശം മുഴുവൻ 24 മണിക്കൂറും കറണ്ട് വരുമ്പോഴേ അത് സമ്മതിക്കത്തുള്ളൂ എന്നും പറഞ്ഞു. ഞാൻ ഒരേ സമയത്ത് ഏപ്രിലിൽ 2017 മുഴുവൻ കറണ്ടും നൽകി. ഇപ്പം നമ്മളീ കാണുന്ന ഡെവലപ്മെൻ്റൊക്കെ ഈ ദേശത്തുള്ള പല നഗരത്തിലും സംഭവിച്ചിട്ടുണ്ട്. മുഴുവൻ ദേശത്തിന് ഒരു നല്ല റെസ്പെക്റ്റും ക്രിയേറ്റ് ആയിട്ടുണ്ടല്ലോ. ഉത്തർപ്രദേശിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി ഇതാണ്. ഈ സന്തതി രാഷ്ട്രീയവും കുടുംബരാഷ്ട്രീയവും സംസാരിക്കുന്നവർ അടിക്കുന്ന പൈസയിൽ പങ്ക് കിട്ടുന്നത് വരെ ഓരോരുത്തരും സംസാരിക്കത്തുള്ളൂ. അതിനുശേഷം അവിടെയുള്ള മകൻ അച്ഛനെ തള്ളി അകത്തോട്ടിടും. പിന്നീട് മരുമക്കൾ അമ്മാവന്മാരെ തള്ളി അകത്തോട്ടിടും. അതുകൊണ്ട് അവരോടൊന്നും ഒരു പ്രതീക്ഷയും വേണ്ട. അവർക്ക് അവരുടെ കുടുംബം തന്നെ നോക്കാൻ അറിയില്ല. കുടുംബത്തിലെ സ്നേഹത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം ആ പറയുന്ന ഓരോ മര്യാദയും ഇല്ലാത്ത രീതിക്ക് പറയുന്ന വാക്ക് രക്ഷിക്കാൻ അറിയാത്തവർ എങ്ങനെയാണ് ഈ നാടിനെയും ജനങ്ങളെയും നോക്കാനും രക്ഷിക്കാനും പോകുന്നത്? ഒരു കുറ്റമാണ് സ്ഥിരമായിട്ട് ആരോപിക്കുന്നത്, യുവാക്കളുടെ ജോലിയെക്കുറിച്ച്. താങ്കൾ എത്രത്തോളം ജോലി നൽകാമെന്ന് പറഞ്ഞോ അത്രത്തോളം ജോലി ആർക്കും ലഭിക്കുന്നില്ലെന്നൊരു കുറ്റാരോപണം എല്ലായിടത്തും ഉണ്ട്. രജിത് സാർ, ഞാനിത് സമ്മതിക്കാം. കഴിഞ്ഞ 5 വർഷത്തിൽ 3 വർഷമാണ് നല്ല രീതിക്ക് പ്രതീക്ഷ രീതിക്ക് പണിയെടുക്കാൻ പറ്റിയത്. ബാക്കിയുള്ള 2 വർഷവും കോവിഡ് കാരണവും നമ്മൾ ചുമ്മാ ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു. എങ്കിലും ഈ 5 വർഷത്തിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഗവൺമെൻറ് പണിയാണ് ഏറ്റവും കൂടുതൽ. അതായത് പണി തരാമെന്ന് പറഞ്ഞ് പുറത്തൊരു ഇൻഫർമേഷൻ വന്നതിന് ശേഷം പണി ഒരിക്കലും കിട്ടിയിട്ടില്ല. ഓരോ യുവാവിനും അതായത് നല്ല രീതിക്കുള്ളൊരു പണി കിട്ടിയേ പറ്റൂ. ശരിക്കുള്ള ട്രെയിനിങ്ങും കിട്ടണം, അതിനേറ്റ പോലെ പോസ്റ്റിംഗ് കിട്ടണം, അതിനുശേഷം ശമ്പളം അവരുടെ കുടുംബത്തിലോട്ട് പോയി അത് ചേരണം. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വഴി. ഈ 5 വർഷത്തിൽ 5 ലക്ഷത്തോളം ഞാൻ ജോലിക്കുള്ള ചാൻസ് കൊടുത്തിട്ടുണ്ട് യുവാക്കൾക്ക് വേണ്ടി. 2003 തൊട്ട് 2017 വരെ 2014-15 ഘട്ടത്തിൽ സമാജ്വാദി ബഹുജൻ ആ ഭരണമായിരുന്നല്ലോ. ആ സമയത്ത് അവർ തരാത്തതിനധികം ചാൻസാണ് ഞാൻ തന്നിട്ടുള്ളത്. ഇപ്പോൾ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും എക്സാം നടത്തിയ ഓരോ നടമുറയിലും നിങ്ങൾക്കത് എന്തായാലും നിങ്ങൾ കണ്ടതല്ലേ, ഒരുപാട് തടയുണ്ടായിരുന്നു. ആ തടസ്സം കോടതിയിൽ നിന്നും ഉണ്ടായിരുന്നു. ഓപ്പണായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നു എത്ര പേർക്കാണ് ഇത്രയും പണി കിട്ടിയിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ ദിവസം തൊട്ട് എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ഈ കറപ്ഷൻ സംഭവിച്ചാലോ, UP-യിലെ യുവാവിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, അതോ കറപ്ഷൻ വല്ലതും നടന്നെന്നറിഞ്ഞാൽ അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് നോക്കേണ്ടത് അത് ചെയ്ത ആ സംഘം തന്നെയായിരിക്കും. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് റൂൾസും വെച്ചു. പിന്നെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആ മുഴുവൻ എക്സാമും അങ്ങോട്ട് നിർത്തി. ആ എക്സാം നടത്തിയ എല്ലാവരെയും ഞങ്ങൾ അങ്ങോട്ട് അവസാനം അറസ്റ്റ് ചെയ്ത് ജയിലിനകത്താക്കി. UP-യിലെ യുവാക്കൾക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല.
ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ടുള്ള പരിപാടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഓഫീസർ അല്ലാതെ രണ്ടാം ഭാഗത്ത്, അതുപോലെ പിന്നെ മൂന്നാമത്തെ ഭാഗത്ത് പണിസ്ഥലങ്ങളിലൊക്കെ ഒരേ സമയത്ത് ഞങ്ങൾ സെയിം ആയിട്ടുള്ള എക്സാം എല്ലാം അറിമുഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് 25% സ്റ്റുഡൻസ് എഴുതിയിട്ടുമുണ്ട്. അതിൻ്റെ റിസൾട്ടും പെട്ടെന്ന് വന്നേക്കും. ഞങ്ങൾ മറ്റുള്ള എല്ലാ എക്സാം നടക്കുന്ന മുറയും വേഗത്തിൽ മുന്നെടുത്ത് നോക്കിയിട്ടുണ്ട്. കോവിഡ് അതിനൊരു തടസ്സം തന്നെയായിരുന്നു. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വേഗതയിലെല്ലാം സംഭവിച്ചേനെ. ഗവൺമെൻറ് പണികളെക്കുറിച്ച് ഞാൻ 70 ലക്ഷം പേർക്ക് പണി കൊടുക്കാമെന്നായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ എന്നെക്കൊണ്ട് ഉറപ്പിച്ചൊരു കാര്യം പറയാൻ പറ്റും, അതായത് UP-യിൽ 2 കോടികൾക്കും ആളുകൾക്ക് മേലെ ഈ പണി കിട്ടിയിട്ടുണ്ടെന്ന്. അതിനുള്ള കാരണം ഈ ദേശത്ത് റൂൾസ് എല്ലാം കറക്റ്റായണമെന്നും വലിയ രീതിക്ക് അതെല്ലാം നന്നായിട്ട് നോക്കി നടത്തി. ഇന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റും, അതായത് UP-ക്കകത്ത് ഈ നാടിൻ്റെ, ഈ ലോകത്തിൻ്റെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 2017 മുമ്പ് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഉള്ളവരും പുറത്തു പോകാനായിരുന്നു ആഗ്രഹിച്ചത്. 2017 ശേഷം നടന്ന മാറ്റങ്ങളൊക്കെ ആദ്യത്തെ 6 മാസം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ശരിക്കും മാറ്റം വരുന്നുണ്ടോ അതോ ഇല്ലേ, ഇങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അതായത് ഞങ്ങൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രചരണം ഉത്തർപ്രദേശ് ലക്നൌവിൽ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിനുവേണ്ടി റോഡ് ഷോവിന് വേണ്ടി ഒരു ടീമിനെ അയച്ചിരുന്നു ഞാൻ. അതിനൊരു വലിയ സ്വീകരണമൊന്നും ഇല്ലായിരുന്നു അവിടെ. അഹമ്മദാബാദിൽ പോയി നോക്കി, ബാംഗ്ലൂരിൽ പോയി നോക്കി, ഹൈദരാബാദിൽ പോയി, കൊൽക്കട്ടയ്ക്ക് പോയി നോക്കി. മൊത്തം 20,000 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഞങ്ങൾക്ക് കാശ് കിട്ടിയായിരുന്നു. പിന്നീട് മനപ്രയാസത്തിൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞ, അതായത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇതുവരെ മനസ്സിൻ്റെ ഇതൊന്നും മാറിക്കാണത്തില്ല, നീ കുറച്ചുകൂടെ ഒന്ന് ക്ഷമയോടെ ഇരിക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം വരേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വന്ന് മീറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ തന്നെ മുംബൈയിലോട്ട് പോയി. നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും, മുംബൈയിൽ സംഭവിച്ച ആ ഇൻവെസ്റ്ററിൻ്റെ മീറ്റിങ്ങിൽ നാട്ടിലുണ്ടായിരുന്ന വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ ആയിരുന്നു വന്നത്. ഞാൻ ആരുടെ അടുത്ത് സംസാരിച്ചാലും ഞങ്ങൾ ഉത്തർപ്രദേശിലോട്ട് പോകാൻ പാടില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞെന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അതിന് അവർ പറഞ്ഞത് UP-യിൽ അതായത് ഒരു നല്ല ഭരണമല്ല ഉള്ളതെന്ന്. ഞാനത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് അവരൊക്കെ ഞാൻ ഇപ്പോഴാണ് ചില കാര്യങ്ങൾ അറിഞ്ഞെന്നുള്ള രീതിക്ക് പറഞ്ഞു. ഇതൊക്കെ അങ്ങനെ തന്നെ തുടർച്ചയായി നടക്കുവാണെങ്കിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നും പറഞ്ഞു. ഞാൻ അവരോട് ആ ഇൻവെസ്റ്ററിൻ്റെ പ്രചാരണത്തിലോട്ട് വരാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 4,68,000 കോടി അതായത് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഇൻവിറ്റേഷൻ ഞങ്ങൾക്ക് വന്നിരുന്നു. അതായത് 3 ലക്ഷം കോടിക്ക് അതിൽ മേളായ പദ്ധതികൾ ഞങ്ങൾ അതിൽ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതിലൊക്കെ ചേർന്നാണ് പല കമ്പനികൾ ഇന്ന് ക്രിയേറ്റ് ആയത്. കോവിഡ് കാലഘട്ടത്തിൽ അതിൻ്റെ പരിപാടികൾ നടക്കുന്ന സമയത്ത് ഏകദേശം 66,000 കോടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതി ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതാ. ഈ നാട്ടിൽ വെച്ച് തന്നെ ആദ്യമായിട്ട് ഇവിടെയാണ് ഡിസ്പ്ലേ യൂണിറ്റും വന്നത്. അതായത് പ്രൊഡക്ഷനും സ്റ്റാർട്ടായി. ഡേറ്റാ സെൻറ്റർ 1 അല്ല 2 അല്ല 3 എണ്ണം ഉണ്ട്. ഒരു പക്ഷേ ഈ കൊറോണ ഈ നാടിനൊരു തടസ്സമല്ലാണ്ട് ഇരുന്നിരുന്നാൽ ഈ സമയത്തൊക്കെ ഞങ്ങൾ ഈ ലോകത്തിലും വെച്ച് തന്നെ ഏറ്റവും വലിയ സിനിമയുടെ നഗരമായിട്ട് ഉത്തർപ്രദേശിനെ മാറ്റിയേനെ. അതിനായിട്ടുള്ള വലിയ പദ്ധതികൾ സംഭവിക്കുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ മുംബൈയിലും ഉണ്ട്. അതായത് മുംബൈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്ന് അവിടെയുള്ള സന്ദർഭം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആരെയും പോവുകയാണ്. വലിച്ചുകൊണ്ട് വരാൻ പോകുന്നില്ലല്ലോ. ഞങ്ങളൊരു പുതിയ ഫിലിം നഗരത്തിനെ ഉണ്ടാക്കാം. അത് ഈ ലോകത്തിലും വെച്ച് ഏറ്റവും ബെസ്റ്റ് ആവും. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സേഫ് ആയിട്ടുള്ള സൊസൈറ്റി, ഓരോ സിനിമയും അതിൻ്റെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, ആക്ടർ ആയിക്കോട്ടെ, എല്ലാവരും ഇവിടെ UP വന്ന് ചേരാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് കാരണം ഇവിടെ ആരെ കൊണ്ടും പൈസ പേടിപ്പിച്ച് മേടിക്കാൻ പറ്റില്ല. അഴിമതി കാണിച്ച് 10 പൈസ മേടിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ആരും അങ്ങനത്തെ പ്രവൃത്തി ഒരിക്കലും ചെയ്യത്തുമില്ല. ജനങ്ങളുടെ മനസ്സിൽ ഓരോ വിശ്വാസമുണ്ട്. ഞാൻ ആ വിശ്വാസമായിട്ട് ലക്നൗ നഗരത്തിലോട്ട് പ്രചാരത്തിൽ, അതായത് ഒരു ഇൻവിറ്റേഷൻ്റെ ഇതിൽ മുംബൈ ഷെയർ മാർക്കറ്റിലോട്ട് പോയപ്പോൾ അവിടെ മുംബൈയിലുണ്ടായിരുന്ന ഒരു വലിയ പ്രൊഡ്യൂസർമാർ, ഡയറക്ടർ, ആക്ടർ എല്ലാവരും കാണാനുള്ള ഒരു ചാൻസ് കിട്ടി എനിക്ക്. എല്ലാവരും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടായിരുന്നു സംസാരിച്ചത്. എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഈ സിനിമ തന്നെ നശിച്ചു പോകുന്നവർ പറഞ്ഞേ.
അതിനാ ഞാൻ പറഞ്ഞത് ഉത്തർപ്രദേശ് തയ്യാറായിരിക്കുന്നുവെന്ന്. യുദ്ധകാലങ്ങളുടെ ഇടയ്ക്കുള്ളിൽ ഇതൊക്കെ ശരിയാവുമെന്നും ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതായത് ഇത് യു പിക്ക് ഒരു വലിയ ചാൻസ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സത്യം പറയണമെങ്കിൽ ഉത്തർപ്രദേശിലെ ജനങ്ങൾ മര്യാദകൾ തൊട്ട് പിന്നെ ലോകപരമായിട്ടുള്ള സിനിമകളും ഉത്തർപ്രദേശ് മൂലം ഈ നാടിനും പിന്നെ ഈ ലോകത്തിൽ പറയാൻ പറ്റുന്ന ഒരു അവസാനത്തെ അവസ്ഥ എന്ന് ഇത് യു പി എന്തായാലും ചെയ്ത് കാണിച്ചിരിക്കും. പക്ഷേ മുംബൈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ചേട്ടത്തി വന്നിരുന്നല്ലോ. ഇവിടെ ഉത്തർപ്രദേശിൽ ജനങ്ങൾ ഇവരുടെ ഓരോ പ്രവൃത്തിയും കണ്ടിട്ടുണ്ടല്ലോ. യു പി ജനങ്ങൾക്കെതിരെ എന്തൊക്കെ അനീതി നടന്നിട്ടുണ്ട്. കൊറോണ കാലഘട്ടം തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണം അതിന്. ആ കാലത്ത് എന്തൊക്കെയാ സംഭവിക്കാത്തെ? യു പിയിലുണ്ടായിരുന്ന ജനങ്ങളെയൊക്കെ പുറത്താക്കി. അവർക്കുള്ള വെള്ളത്തിന് കണക്ഷൻ പോലും കട്ടാക്കിയവർ, കറണ്ടിൻ്റെ കണക്ഷനും കട്ടാക്കി, റേഷൻ കാർഡ് പോലും അവർ ക്യാൻസലാക്കി. എല്ലാം ഞാൻ കണ്ടതായിരുന്നു. യു പി ബോർഡറിലോട്ട് വലിയ രീതിക്കായിരുന്നു ജനങ്ങൾ വന്നിരുന്നത്. പ്രധാനമന്ത്രിയും വിഷമിച്ചു. അതായത് ലോക്ക്ഡൗൺ ആണിത്, കൊറോണ പകരുന്നുണ്ട്, എങ്ങനെ സുരക്ഷിതമാക്കും ഇതൊക്കെയെന്ന്. ഞാൻ അനുവാദം ചോദിച്ചു. അതായത് ഇവരെങ്ങനെ റോട്ടിലിട്ട് അലയിപ്പിക്കാൻ പറ്റില്ല, അതിനുള്ള പ്രധാന ഏർപ്പാടും പ്രധാനമന്ത്രി നോക്കാമെന്ന് പറഞ്ഞു. ഒരു രാത്രി തന്നെ 12,000 ബസ്, പിന്നെ അതിനുള്ള ആളുകളെ ഞാൻ അയച്ചു വെച്ചു. അവരൊക്കെ ഏത് ജില്ലയിലുള്ളവരാണോ അവരൊക്കെ അങ്ങോട്ടേക്ക് തന്നെ അയക്കണമെന്നും പറഞ്ഞ്. അന്നത്തെ സമയത്ത് ക്വാറന്റൈൻ പീരീഡ് ഒരു 20-21 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 1 മാസം അവരെ സൂക്ഷിച്ചു വെച്ചോണം. അതായത് ഭക്ഷണത്തിനുള്ള ഏർപ്പാട് നിങ്ങൾ ചെയ്തിരിക്കണം, ഹെൽത്ത് കണ്ടീഷൻ നോക്കാൻ ആളുകൾ അയച്ചിരിക്കണം, എല്ലാ സൗകര്യവും എല്ലാം അവർക്ക് പോയിരിക്കണം ഞാൻ പറഞ്ഞു. പിന്നീട് അവർ നാട്ടിലോട്ട് പോകുമ്പോൾ 15 ദിവസത്തിനുള്ള ഫുഡും കൊടുത്തയക്കാനാണ് ഞാൻ പറഞ്ഞത്. 15 ദിവസത്തിന് ശേഷം അവർക്ക് റേഷൻ കാർഡിലുള്ള എല്ലാം കിട്ടണമെന്നാണ് ഞാൻ പറഞ്ഞത്. വലിയ കണക്കിലുള്ള ഒരു ജനങ്ങളായിരുന്നു യു പിക്ക് പുറത്ത്. ഒരുപാട് സ്ഥലത്ത് അവരെ ഏറ്റെടുക്കാൻ മുൻവന്നില്ല ആരും. പക്ഷേ ഇത് നമുക്കിടയിലുള്ള ഒരു ഫൈറ്റ് അല്ല. കൊറോണയ്ക്ക് എതിരായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള യുദ്ധം. ആര് യു പിയിലോട്ട് വന്നാലും അതിനായിട്ടുള്ള എല്ലാ സൗകര്യം അവർക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. താമസിക്കാൻ സ്ഥലം തരാം, ഭക്ഷണവും തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഓഫീസർമാർക്ക് നേരിട്ട് ചെന്ന് എല്ലാം പറഞ്ഞതാണ്. യു പിയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള ഫുഡും അതിനുള്ള വെള്ളവും കൊടുത്തിരിക്കണമെന്നും പറഞ്ഞു. ഒരുപക്ഷെ ഞങ്ങൾക്ക് അനുവാദം കിട്ടിയാൽ അവരുടെ വീട്ടിൻ്റെ ബോർഡർ വരെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി ചേർക്കാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ അവിടെയുള്ള സർക്കാർ അതിന് അനുവാദം തന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അവരുടെ ബോർഡർ വരെയെങ്കിലും ഒന്ന് വിട്ടിട്ട് വരാനാണ് ഞാൻ പറഞ്ഞത്. അവിടെ പോയിരുന്ന ജനങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് തന്നെ അവർ കഴിച്ചാൽ പോലും കാലിയായ ടിഫിൻ ബോക്സ് കയ്യിലും വെച്ചോണ്ട് അവിടെയുള്ളവരുടെ അടുത്ത് കാണിക്കും, ദാ യു പിയിൽ ഞങ്ങൾക്ക് ഇത് തന്നിട്ടുണ്ടെന്നും പറഞ്ഞ്. ഇത് മനുഷ്യന്മാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ്. ഇത് ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഒരു അറിയിപ്പിലാണ് നടത്തിയത്. സത്യത്തിൽ ഇവിടെ യു പിയിലുള്ള കർഷകർക്കും തൊഴിലാളികൾക്കും ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഈ ലോകത്തിലുള്ള വലിയ വലിയ ആളുകൾ പോലും വന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് കോവിഡിനായിട്ടുള്ള ഓരോ പുറത്തുനിന്ന് വരുന്ന ഓരോ തൊഴിലാളികളും ഞങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അവർ നോക്കിയിരുന്നു. ഇത് സത്യത്തിൽ സത്യസന്ധമായ കാര്യമാണ്. അതായത് ഉത്തർപ്രദേശ് ഒരു വലിയ സംസ്ഥാനമാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ പോലും ചില മാസങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ കൊറോണ വളരെ വേഗം സ്പ്രെഡ് ആയിട്ടേയില്ല. അതായത് ഇന്നും ഞാൻ എത്രത്തോളം ബിസിയാണെങ്കിൽ പോലും കോവിഡ് റിപ്പോർട്ടിംഗ് ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അതായത് മാർച്ച് 20, 2020 മുതലാണിത്. ഒരു ദിവസം അത് കാണാതെ വിട്ടിട്ടില്ല. എനിക്ക് ഗോരഖ്പൂരിൽ കാലത്ത് 8 മണിക്ക് തന്നെ എല്ലാ റിപ്പോർട്ടും വന്നേക്കും. ഓരോ കാര്യങ്ങളും തനിച്ച് ഞാൻ നോക്കിയിരിക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പം തന്നെ ഓഫീസർമാരെ വിളിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരിക്കും. അതുമാത്രമല്ലാണ്ട് എനിക്കൊരു വലിയ അനുഭവം തന്നെയുണ്ട്. കോവിഡ് കൺട്രോൾ ചെയ്തത് യു പിയിൽ മാത്രം എന്താ നന്നായെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഇവിടെ മസ്തിഷ്ക പ്രശ്നം കുറച്ച് കുറയ്ക്കാനായിട്ട് വലിയ ലെവലിലാണ് ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു അസുഖം ഇവിടെ 1970 സ്പ്രെഡാകാൻ തുടങ്ങിയത്. ഓരോ വർഷവും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് മരിച്ചുപോയത്. ഗോരഖ്പൂർ, കുഷിനഗർ, റേവ്രിയാർ, മഹാരാജ്ഗഞ്ച്, സിദ്ധാർത്ഥ് നഗർ, ബസ്ത്, സന്ത് കബീർ നഗർ, അതുപോലെ ബല്ലാംപൂർ, ഗോണ്ട, ശ്രാവസ്തി, ബേരാജ്, അതുപോലെ സാറംഗ്പൂർ വരെ ഇത് സ്പ്രെഡാവാൻ തുടങ്ങി. പക്ഷേ ഗോരഖ്പൂർ മണ്ഡലത്തിൽ മാത്രം
വർഷങ്ങൾക്ക് 1000 തൊട്ട് 2000 കുഞ്ഞുങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഈ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നവർ സത്യത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരിക്കലും നിന്നിട്ടില്ല. കുഞ്ഞുങ്ങളൊക്കെ മരിച്ചോണ്ടായിരുന്നേ. ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി പോലും വന്ന് ഗോരഖ്പൂരിലുള്ള മെഡിക്കൽ കോളേജിൽ, അതായത് ഗോരഖ്പൂരിലുള്ള BAD മെഡിക്കൽ കോളേജിൽ ഓരോ വർഷവും കുഞ്ഞുങ്ങൾ മരിച്ചോണ്ടായിരുന്നത്. അവിടെ ഒരു ചീഫ് മിനിസ്റ്ററും ഇതുവരെ ഞാൻ വന്ന് ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. ആ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അതിനൊരു ആശ്വാസത്തിന് വേണ്ടി ആരും ഒന്നും പറഞ്ഞ് കണ്ടിട്ടില്ലായിരുന്നു. ഇവരൊക്കെ കുടുംബത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന, കുടുംബം എന്ന പേര് നാടകം കളിക്കുക. ഇവരൊക്കെ കുഞ്ഞുങ്ങൾ മരിച്ചോണ്ടിരിക്കും. ഓരോ ബെഡിലും 4 പേരാ കിടന്നുകൊണ്ടിരുന്നത്. സഹിക്കാൻ പറ്റാത്ത ദുർനാറ്റം, ഒരു ഫാനില്ല, വെയിലെന്ന് പോലും പറയാൻ പറ്റില്ല. ജൂൺ ജൂലൈയിൽ 3rd ഫ്ലോറിൽ മസ്തിഷ്കകല പ്രശ്നം ഉണ്ടായിരുന്നു. 3ാമത്തെ ഫ്ലോറിൽ ലിഫ്റ്റും ഇല്ല, ഫാനും ഇല്ലായിരുന്നു. ആ ഒരു കഷ്ടപ്പെടുന്ന അത്രത്തോളം ഉള്ള ഒരു ചൂടിൽ ഒരു ബെഡിൽ 4 പിള്ളേരെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ നോക്കാൻ പോലും 4 തൊട്ട് 5 കുടുംബം ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ആ സ്ഥലങ്ങളൊക്കെ ഒരു സഹിക്കാൻ പറ്റാത്ത ദുർനാറ്റമായിരിക്കും. വളരെ മോശമായിട്ടുള്ളൊരവസ്ഥ. അതൊക്കെ നരകമാണ്. പക്ഷേ ഇന്ന് ഞാൻ വന്നതിന് ശേഷം എല്ലാം ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലും ആ BAD മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോയി നോക്കിയാൽ മതി. ഒരു കുഞ്ഞിന് ചെറിയൊരു അസുഖം വന്നാൽ പോലും ആ കുഞ്ഞിനായിട്ട് സെപ്പറേറ്റ് ബെഡ് അവിടെ എന്തായാലും ഉണ്ടാവും. സെൻട്രലൈസ്ഡ് AC സിസ്റ്റം അവിടെ ഉണ്ട്. പുറത്തുള്ള ചൂടിൻ്റെ അവസ്ഥ 45 ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും റൂമിൽ 20 തൊട്ട് 22 ഡിഗ്രി അത് ക്രോസ് ചെയ്യത്തില്ല. എല്ലാ സ്ഥലത്തും നിങ്ങൾ നോക്കണമെങ്കിൽ AC എല്ലാ സ്ഥലത്തും ഉണ്ട്, ബിൽഡിംഗ് മുഴുവനും. നിങ്ങൾ എല്ലാ സ്ഥലത്തും നോക്കുവാണെങ്കിൽ അവിടെ ആ പിള്ളേർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ലാണ്ട് ആവശ്യമുള്ള അളവിനുള്ള എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കെട്ടിടങ്ങൾ മാത്രം കെട്ടിക്കൂട്ടിയിട്ടില്ല. ഓരോ ഡിസ്ട്രിക്റ്റിലും എല്ലാ ICU എല്ലാ സഹിതം ഞങ്ങൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെന്നേ. ICUയിൽ ബെഡുകൾ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്. നോക്കുന്ന ഓരോ രീതിയും ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. മസ്തിഷ്ക കലകത്തിൻ്റെ പ്രശ്നം ഞങ്ങളിപ്പോൾ 50% കുറച്ചിരിക്കുന്നത്. സത്യത്തിൽ അതിലൊരു സംശയവും വേണ്ട. എല്ലാം നല്ല രീതിക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വച്ഛ ഭാരത് സിസ്റ്റം, കുടിവെള്ള സിസ്റ്റം, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഞങ്ങളെല്ലാം അധികരിച്ച് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഓരോ ആഴ്ചയും എല്ലാവരെയും വിളിച്ചു വരുത്തി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ഗോരഖ്പൂരിൽ എത്ര വീടുകളിലാണ് ഇതൊക്കെ നടന്നത്, എത്ര അവയർനെസ് പ്രോഗ്രാം സംഭവിച്ചു, ഏത് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ എന്തേലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിലെ റിപ്പോർട്ട് കാണുമ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ആഹ്ലാദിക്കില്ല. ഞാൻ ഇതിൽ യൂണിസെഫ് പോലത്തെ 5 ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തനിച്ച് റിപ്പോർട്ട് അവരുടെ അടുത്തൊന്നും മേടിച്ച് ഞാൻ അറിയും. നമ്മുടെ ഏതാ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്, ഏതാ വർക്ക് ചെയ്യാത്തതെന്ന്. എവിടെയെങ്കിലും അഴിമതി നടന്നെന്ന് അറിഞ്ഞാൽ ഞാൻ ആ ഓഫീസറെ വിളിച്ച് നേരിട്ട് തന്നെ ചോദ്യം ചോദിക്കും. അവരോട് ഞാൻ വഴക്ക് പറയും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് മരിച്ചിരിക്കുന്നത്. നിങ്ങൾ റിപ്പോർട്ട് എഴുതാൻ തന്നെ എല്ലാ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ ഞാൻ വല്ലാണ്ട് വഴക്കം പറഞ്ഞു. ഇന്നെന്നെ കൊണ്ട് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഏതൊരു അസുഖവും ഏകദേശം 40 വർഷമായിട്ട്, അതായത് നമ്മുടെ കിഴക്ക് ഉത്തർപ്രദേശത്തിൽ 50,000 കുഞ്ഞുങ്ങളുടെ ജീവനാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എന്നെ കൊണ്ട് ഇപ്പം സത്യമായിട്ട് പറയാൻ പറ്റും, ആയിരക്കണക്കിനുള്ള കുഞ്ഞുങ്ങളുടെ ജീവനെ നമ്മളിപ്പോൾ രക്ഷിച്ചിരിക്കുന്നത്. താങ്കളുടെ ഫീലിംഗ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കാഴ്ചകൾ ഞങ്ങൾ TV-യിൽ കണ്ടപ്പോൾ ശരിക്കും സങ്കടപ്പെട്ടു. ഇപ്പോൾ സത്യത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിന് താങ്കളെ പ്രശംസിക്കുകയാണ്. പക്ഷേ പാവങ്ങളുടെ മേൽ താങ്കൾ കാണിക്കുന്ന ആ ഒരു സ്നേഹവും അവർക്ക് ചെയ്യുന്ന സഹായവും എല്ലാം ശരിയാണ്. പക്ഷേ താങ്കളോടൊപ്പമുള്ള മന്ത്രിമാർക്ക് ആ സഹായം എത്തിച്ചേർന്നില്ല. സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്കും അതിദരിദ്രരായ വ്യക്തികൾക്കും താങ്കളുടെ സഹായങ്ങളൊന്നും പൂർണ്ണമായും എത്തിച്ചേർന്നില്ല. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഏത് കുടുംബത്തിൽ നിന്നാണ് വന്നത്, ഏതൊരു സമൂഹത്തിൽ നിന്നാണ് വന്നത്, ആരുടെ കുഞ്ഞുങ്ങളാ? എനിക്കറിഞ്ഞതിൽ മേൽജാതി കീഴ്ജാതി എന്നുള്ള കുഞ്ഞുങ്ങൾക്കുള്ളിൽ ഇതൊന്നും കാണാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളൊന്ന് നോക്കുവാണെങ്കിൽ 90% ജനങ്ങളും പാവപ്പെട്ട വീട്ടിലെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഈ ദിവസക്കൂലിക്ക് പോകുന്നവരൊക്കെ
ഇവരിൽ ആരെങ്കിലും ഒരാൾ ആ ആശുപത്രി പോയി ഒന്ന് നോക്കിയിട്ടുണ്ടാവുമോ? അതിനായിട്ടുള്ള സമയമൊന്നുമില്ല. കാരണം അവർ വന്നത് തന്നെ വേറൊരു പ്രധാനപ്പെട്ട വലിയ കാര്യത്തിന് വേണ്ടിയാണല്ലോ. ഒരു കാര്യം അവർ മറന്നുപോയി. അതായത് ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും കുടുംബരാഷ്ട്രീയം നടത്തി വന്ന പാർട്ടിയല്ല. ഭാരതീയ ജനതാ പാർട്ടി അവരുടെ കുടുംബരാഷ്ട്രീയം പോലെ മാറ്റാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. കാരണം ഭാരതീയ ജനതാ പാർട്ടി ദേശീയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോളോ ചെയ്തു വന്നത്. അവരാണ് BJPക്ക് ഏറ്റ പോലെ അവരെയൊക്കെ മാറ്റേണ്ടത്. അവരുടെയൊക്കെ ചെറിയ മനസ്സിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വന്ന് ഭാരതീയ ജനതയിലുള്ള ഒരു വലിയ ചിന്തനയുടെ ഉള്ളിൽ അവരൊന്ന് ചേരണം. അവരെ കൊണ്ടത് ആലോചിക്കാൻ പറ്റുന്നില്ല. ഞാൻ CM ആയി ഇരുന്നത് കൊണ്ട് അവർ ചെയ്യാൻ വിചാരിച്ച പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. ഇപ്പോൾ താങ്കൾ തന്നെ ബുൾഡോസർ വീണ്ടും ഓടുമെന്ന് പറയുകയല്ലേ? അതായത് ഞങ്ങൾ ഈ ദേശത്ത് കറക്റ്റായ രീതിക്ക് ആ ബുൾഡോസർ യൂസ് ചെയ്തേക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ബുൾഡോസർ ഉണ്ടാക്കുന്ന കമ്പനി ഓരോ സ്റ്റേറ്റിലും ഒരെണ്ണം ഫ്രീ ആയിട്ട് തരേണ്ട വരുമല്ലോ. ഇപ്പോൾ താങ്കൾ തന്നെ ബുൾഡോസർ വീണ്ടും ഓടുമെന്ന് പറയുകയല്ലേ? അതായത് ഞങ്ങൾ ഈ ദേശത്ത് കറക്റ്റായ രീതിക്ക് ആ ബുൾഡോസർ യൂസ് ചെയ്തേക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ബുൾഡോസർ ഉണ്ടാക്കുന്ന കമ്പനി ഓരോ സ്റ്റേറ്റിലും ഒരെണ്ണം ഫ്രീ ആയിട്ട് തരേണ്ട വരുമല്ലോ. ഒരു മുൻ ഉദാഹരണവും ആയിരിക്കും. കാരണം ഞങ്ങൾ UP-യിൽ ചെയ്തിരിക്കുന്ന ആ ഇൻഫ്രാസ്ട്രക്ചർ വളരെ വലുതാ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. 70 വർഷങ്ങളായിട്ട് UP-യിൽ 1.5 എക്സ്പ്രസ് വേ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങൾ 7 എക്സ്പ്രസ് വേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപ് UP-യുടെ അടയാളം എന്തായിരുന്നു? റോഡിൽ കുഴി ആരംഭിച്ചാൽ അത് ബോർഡർ വരെ ഉണ്ടെന്ന് പറയും. രാത്രിയിൽ ഇരുട്ട് കണ്ട UP-യുടെ ബോർഡർ എത്തിയെന്നും പറയും. ഇന്ന് ഇന്റർ സ്റ്റേറ്റ് കണക്ടിവിറ്റി നമ്മൾ 4 ലൈനിൻ്റെ ഒപ്പം ഇണച്ചിട്ടുണ്ട്. ഓരോ ഗ്രാമത്തിനും വെളിച്ചം നൽകി. ഓരോ ഗ്രാമത്തിലോട്ടും വളർച്ചയ്ക്കായിട്ടുള്ള എല്ലാ പദ്ധതിയും എത്തിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് എല്ലാം ഇരുട്ടായിരുന്നു. ഇപ്പം എല്ലാം വെളിച്ചത്തിലോട്ടാണ്. അതുകൊണ്ടാണ് ഒന്ന് പറയുമല്ലോ എല്ലാവരും, ചന്ദ്രൻ്റെ വെളിച്ചം ഒരിക്കലും കള്ളന്മാർക്ക് ഇഷ്ടപ്പെടില്ലെന്ന്. അതൊക്കെ എങ്ങനെ അവർ സഹിക്കും? പക്ഷേ അവർ പറയുന്ന ഒരു കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ബുൾഡോസർ സമാജ്വാദി പാർട്ടി നേതാക്കന്മാരുടെ വീടിന് നേരെയാണെന്ന്. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മാഫിയയിലുള്ളവരും ഗാങ്സ്റ്ററും എല്ലാം സമാജ്വാദി പാർട്ടിയുടെ കൂടെയാണ്. ഈ തൊഴിലിലുള്ള കുറ്റവാളികളും മാഫിയ ഗാംഗും 2012 തൊട്ട് 17 വരെ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ചീഫ് മിനിസ്റ്ററായിട്ട് പദവിയെടുത്ത അന്ന് തന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾക്കേവർക്കും ആശ്ചര്യമായിരിക്കും. ആയിരക്കണക്കിനുള്ള മാഫിയ ഗാങ്സ്റ്റർ ആളുകൾ എല്ലാവരും വെറും 24 മണിക്കൂറിൽ നിയമത്തിനെതിരായി നിന്ന് സ്ഥലങ്ങളൊക്കെ ആക്രമിച്ചവർ ചാവിയൊക്കെ ആ ഓണറുടെ കയ്യിൽ തന്നെ കൊടുത്ത് ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ, ഞങ്ങളെ വിട്ടേക്കെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അല്ലല്ല, ഞങ്ങളുടെ കാലം അവസാനിച്ചു, ഇനി ഞങ്ങളുടെ കാലം തീർന്ന് ഞങ്ങൾ പോവാന്ന്. വീണ്ടും ഒരു സാഹചര്യത്തിനായിട്ട് വന്ന സംഘങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അതായത് ഉണ്ടാക്കിയെടുക്കാൻ അവർ വിചാരിച്ചു. ഇതാദ്യത്തെ പ്രാവശ്യമല്ല. 2017 2 യുവാക്കളുമായി ഒരുമിക്കുമെന്നും പറഞ്ഞ് ഒന്ന് ക്രിയേറ്റ് ചെയ്തായിരുന്നു. കുറച്ച് സമയത്തിൽ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ആരോപ്പാണുള്ളത് അതിൻ്റെ ഒരു ചെറിയ റിഫ്ലക്ഷൻ ഉണ്ടാവുമല്ലോ. ആ സംഘത്തിൻ്റെ ആക്രമണം ആ 2 പേരുടെ മീതെ കാണാൻ പറ്റി നന്നായിട്ട്. ജനങ്ങളവർ 2 പേരെയും നല്ലപോലെ പാഠം പഠിപ്പിച്ച്. 2019 2 പാർട്ടി ഒരുമിച്ചപ്പോൾ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതൊരു സാഹചര്യത്തിനായിട്ടുള്ളൊരു ഒരുമിക്കലായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരാൾക്കൊരാൾ വഴക്കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഞാൻ പാർലമെൻറ്റിൽ ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. ആ ഒരു ഒരുമിക്കൽ വന്നപ്പോൾ തന്നെ ഞാനിത് പറഞ്ഞതായിരുന്നു. ഇപ്പോഴും എനിക്കിത് ഉറപ്പായിട്ടും പറയാൻ കഴിയും. അതായത് ആ ഒരുമിക്കൽ വന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചതായിരുന്നു പാർട്ടിയിൽ നിന്ന് തന്നെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ അന്നേ പറഞ്ഞതാ 80% സ്ഥലത്തും BJP ജയിക്കുള്ളൂ, ബാക്കിയുള്ള 20% വേണമെങ്കിൽ ഇവർ ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരുമിക്കലൊരു നല്ല കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ
ഇവിടെ ഞങ്ങൾ ഭരണത്തിലുള്ളത് വരെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിൽ സംഭവിച്ച പോലെ ഇവിടെ സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ഈ ചെറിയ പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് BJPക്ക് എതിരായിട്ട് ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ജാതി കൊണ്ടുള്ള ഒരു വലിയ കൂടാരം പോലെ എന്തോ കാണിക്കാൻ വിചാരിച്ച്. പിന്നെ UPയിലുള്ള ജനങ്ങൾ ഈ സാഹചര്യത്തിന് വേണ്ടി വന്ന അലയൻസിന് പിന്നീട് നല്ല ഉത്തരം നൽകിയതാ. പക്ഷെ ഞാൻ ഉറപ്പായിട്ടും പറയുവാണ്, BJPക്ക് എതിരായിട്ട് വന്ന ഈ അലയൻസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരാൾക്കൊരാൾ എപ്പോഴും വഴക്ക് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. അവർക്കിടയെ വഴക്കുകളുണ്ടാവും, ഓരോ പ്രശ്നങ്ങൾ വരും. അതിനുശേഷം ഒരാൾക്കൊരാളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം അവിടെയുള്ള എല്ലാവരും പപ്പാതി രാഷ്ട്രീയക്കാരെന്ന് നമുക്ക് പറഞ്ഞേക്കാം. അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് അത് തന്നെ ചെയ്യത്തുള്ളൂ. നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ ശക്തമായ മനസ്സോടെ എല്ലാം നമുക്ക് നോക്കാൻ പറ്റും. ഞങ്ങളുടെ പ്രവൃത്തി ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. കാരണം അധിക ജനസംഖ്യയുള്ള ഈ ഉത്തർപ്രദേശ് നാടിൻ്റെ ആദ്യ വളർച്ച രീതിയായിട്ടുള്ള ഒരു സ്ഥാനത്തിൽ എത്തണമെന്ന് വെച്ചാൽ ഉത്തർപ്രദേശത്തിലെ കുറ്റവും പിന്നെ ജാതിയുള്ള രാഷ്ട്രീയവും പിന്നെ മാഫിയ നടത്തുന്ന രാഷ്ട്രീയവും മുഴുവനായിട്ട് അത് കൊണ്ടുവരണം, അത് നശിപ്പിച്ചെടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. എന്നെ സംബന്ധിച്ച് ഭാരതീയ ജനതയുടെ അടുത്ത രാഷ്ട്രീയകാലമൊക്കെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് സ്ഥിരമായിട്ടിത് മാഫിയയും ഈ അലയൻസ് വയ്ക്കാൻ വരുന്നവരെയും ഇല്ലാണ്ടാക്കണം. അതുപോലെ തന്നെ UPയെ നല്ലൊരു വളർച്ചയുള്ള ഒരു സ്ഥലമായി കൊണ്ടുവന്ന് ഒരാൾക്കായിട്ടുള്ള ഒരു ശരാശരി വരുമാനം നമ്മൾ ദേശീയ ലിമിറ്റിനേക്കാൾ അധികമായിട്ടുള്ള രീതിക്ക് ഉയർത്തണം. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും ഞാൻ നടത്തി കാണിക്കാം. സർ, ഞാൻ സമാജ്വാദി പാർട്ടിയുടെ ക്യാമ്പയിനും കണ്ടിരുന്നു, അഖിലേഷ് യാദവിന്റെ പ്രസംഗവും കേട്ടിരുന്നു. അദ്ദേഹം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബുൾഡോസർ ലഖിംപൂരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ലെന്നാണ്. ഹത്രാസിൽ സംഭവിച്ച കാര്യങ്ങൾ കാണുമ്പോൾ യോഗിജിയുടെ മനസ്സ് എന്തുകൊണ്ട് കലങ്ങിയില്ലെന്നും ചോദിക്കുന്നു. അതായത് ഹത്രസിൽ നടന്ന സംഭവം ആയിക്കോട്ടെ അല്ലെങ്കിൽ ലഖിംപൂരിൽ നടന്ന സംഭവം ആയിക്കോട്ടെ, രണ്ടും മോശമായ കാര്യങ്ങളാണ്. രണ്ട് കാര്യത്തിൽ ആക്ഷൻ എടുത്തിട്ടുണ്ട് ഈ ഗവൺമെൻറ്. കറക്റ്റായ ഒരു സമയത്താണ് ഇതിൻ്റെ ആക്ഷൻ എടുത്തതും. ഹത്രസ് സംഭവത്തിൽ എത്രത്തോളം UP പോലീസ് നോക്കിയിരുന്നോ അതിനേക്കാൾ CBI ഒരു പടി മേലെ പോവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ആ സത്യം എന്താണെന്നറിയാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഉത്തർപ്രദേശ് ആ പേരിലാക്കാനായിട്ട് എങ്ങനെയുള്ള ചതികളാണ് സംഭവിക്കുന്നതെന്ന് ജനങ്ങളും അറിയണമെന്ന് ഞാൻ വിചാരിക്കുന്ന ഇതൊന്ന്. രണ്ടാമത്തെ, ലഖിംപൂരിലും ഗവൺമെൻറ് അതിനായിട്ടുള്ള ആക്ഷൻ എടുത്തിട്ടുണ്ട്. ആ സംഭവത്തെ വെച്ച് അവിടെ ഒരു കലാപവും അവർ ഏർപ്പെടുത്തി. അവർക്കതിൽ വിജയിക്കാൻ പറ്റില്ല. അതിലുള്ള ദേഷ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം അവർ ജാതി ആയിരുന്നു വെക്കാൻ നോക്കിയത്, പക്ഷേ അത് അവരെ കൊണ്ട് പറ്റിയില്ല. ഞങ്ങളത് ചെയ്യാൻ വിടത്തില്ല. ഞങ്ങളത് തടഞ്ഞു മുഴുവനും ഞങ്ങളുടെ കൺട്രോളിലോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഈ രണ്ട് സംഭവവും കുറ്റമുള്ള സംഭവങ്ങളായിരിക്കാം. ഒന്ന് CBI വിചാരണ ചെയ്യുന്നത്, മറ്റൊന്ന് കോർട്ടിൻ്റെ ജുഡീഷ്യലാണ് നോക്കുന്നതും വിചാരണ ചെയ്യുന്നത്. പിന്നെ SIT ആ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നോക്കുന്നുണ്ട്. അതായത് ഈ സംഭവമൊക്കെ ചില സമയത്ത് സമൂഹത്തിലൊരു വലിയ മാറ്റം തന്നെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ റൗഡീസമായിട്ടുള്ള പൈസയും ഗുണ്ടാ പരിപാടി ചെയ്തും പൈസ വയ്ക്കാൻ പറ്റത്തില്ല. ഉത്തർപ്രദേശിൽ മാഫിയനെ ഉപയോഗിച്ച് ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഓരോ രാഷ്ട്രീയക്കാരും ഓരോ വൃത്തികേടും ചെയ്യും, റൗഡീസം ചെയ്യും. പബ്ലിക് പ്രോപ്പർട്ടിയൊക്കെ അവന്മാർ കൈപ്പറ്റിയെടുത്തു. കഷ്ടപ്പെടുന്നവരുടെ സ്ഥലവും അവർ അപഹരിച്ചെടുത്തു. അവന്മാർക്ക് വേണ്ടി ആ ബുൾഡോസർ ഉള്ളത്. അത് ഞാൻ കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്തേ, അവർക്ക് വേണ്ടി തന്നെ. പക്ഷേ കുറ്റം ആരോപിക്കുന്ന സമയത്ത് തീവ്രവാദി എന്ന് പോലും താങ്കൾ വിളിക്കുന്നു. അതായത് ആരാ തീവ്രവാദി ആരായില്ല എന്നുള്ളത് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. സംഭവിച്ച വലിയ രീതിക്കുള്ള തീവ്രവാദ സംഭവങ്ങൾ 2003 തൊട്ട് 2007 വരെ സമാജ്വാദി പാർട്ടി ഭരണത്തിലാണ് നടന്നത്. ഈ തീവ്രവാദികളൊക്കെ, അതായത് ഗോരഖ്പൂരിൽ തന്നെ 2007, 2008 അതായത് കണ്ടിന്യൂസ് ആയിട്ട് ബോംബൊക്കെ പൊട്ടി. ഗോരഖ്നാഥറിൻ്റെ അനുഗ്രഹം കാരണം ഒരാൾ പോലും അതിൽ പരിക്കേറ്റോ കുടുങ്ങിയിട്ടോ ഇല്ലെന്ന് പറയാം. ഇല്ലെങ്കിൽ ഗോരഖ്പൂരിനെ നശിപ്പിക്കാനായിട്ട് അവർ ചെയ്ത ആ പ്ലാനൊക്കെ അഹമ്മദാബാദിൽ സംഭവിച്ച പോലെ തന്നെ സംഭവിച്ചേനെ. അഹമ്മദാബാദിൽ ബോംബ് പൊട്ടിയപ്പോൾ 56 പേരാ മരിച്ചത്. കാശിയിൽ ശങ്കട് മോചൻ അമ്പലത്തിൽ നടന്ന ആക്രമണത്തിൽ 12 പേരാ മരിച്ചുപോയത്.
കോടതി നടന്ന ആക്രമണത്തിൽ അയോധ്യ, ലക്നൗ, വാരണാസിയിൽ 15-നും മേലെയുള്ള വക്കീലന്മാര്, പൊതുജനങ്ങളും ഒരുപാട് പേര് ബാധിക്കപ്പെട്ടു. പല സ്ഥലത്തായി ബോംബ് ബ്ലാസ്റ്റ് സംഭവിച്ചു. ഇതിനേക്കാൾ ഒരു വൃത്തികെട്ട കാര്യം എന്താ വെച്ചാ 2013 ഈ സമാജ്വാദ് പാർട്ടി ഈ തീവ്രവാദികളുടെ മേളിലുള്ള എല്ലാ കേസും വാപ്പസ് എടുത്ത്. ഉള്ള എല്ലാ കേസും. ഇത് തന്നെ ഒരു വലിയ ഉദാഹരണമാ. ഒന്ന്, അവരുടെ ഭരണകാലത്ത് വലിയ വലിയ തീവ്രവാദ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തേത്, ആ തീവ്രവാദികളുടെ മേത്തൊട്ടായിരുന്ന എല്ലാ പ്രശ്നവും മാറ്റി. മൂന്നാമത്തേത്, അഹമ്മദാബാദ് ബോംബ് ബ്ലാസ്റ്റ് നടത്തി ഒരു തീവ്രവാദിയുടെ മരണശിക്ഷ. അതിലൊരു കുടുംബം സമാജ്വാദി പാർട്ടിയുടെ കൂടെ നല്ല കണക്ഷനിലായിരുന്നു, അറിയാമല്ലോ. അതായത് അത് അഹമ്മദാബാദ് സംഭവം മാത്രമല്ല, കുറച്ചുകൂടെ പറയണമെങ്കിൽ ഡൽഹിയിൽ സംഭവിച്ച ബട്ട്ല ഹൗസ് സംഭവം. നടന്നപ്പോ ബട്ട്ല ഹൗസ് സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറ്റവാളിയായ മുഹമ്മദ് സെയ്ഫ്, അവന്റെ സഹോദരനും അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാളും അതിൽ നിന്ന് എസ്കേപ്പായി പോയി. ആസൻപൂരിലെ ജനങ്ങള്, പിന്നെ സഞ്ജത്പൂരിലെ ജനങ്ങള്, ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. 38 പേർക്കാണ് മരണശിക്ഷ ലഭിച്ചത്. അതിൽ ഒരാളെ തെരഞ്ഞെടുത്ത് സമാജ്വാദി പാർട്ടിക്കാരൻ എന്ന് പറഞ്ഞ. ദാ നോക്കൂ, ഇപ്പൊ ചോദ്യം അതല്ല. ഏതൊരു പാർട്ടിയാണെങ്കിൽ പോലും ദേശീയത്തിന്റെ സുരക്ഷ മാറ്റിവെച്ചിട്ട് ഇലക്ഷൻ ബാങ്കിന് വേണ്ടി തന്നെ സുരക്ഷ മാറ്റിവെക്കുവാണെങ്കിൽ അതിനെ ഒരിക്കലും ഈ നാട് മാറ്റിവെക്കാൻ പാടില്ല. ഭരണമെന്നും ഉണ്ടാവും, നാടുണ്ടെങ്കിൽ രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷെ നാടിന്റെ രാഷ്ട്രീയത്തെ ബാധിക്കുന്ന രീതിക്ക് ഏതൊരു കാര്യവും രാഷ്ട്രീയപരമായിട്ട് കായികപരമായിട്ടും വരാനേ പാടില്ല ഇവിടെ. താങ്കൾ റേഷൻ തരുമെന്ന് പറയുന്നു, പക്ഷേ അഖിലേഷ് യാദവ് പറയുന്നത് റേഷനോടൊപ്പം നെയ്യും കടുകെണ്ണയും ഫ്രീ ആയിട്ട് തരാമെന്നാണ്. റേഷൻ തന്നെ വിഴുങ്ങുന്നവരാണോ നെയ്യ് തരാൻ പോകുന്നത്? പശുവിനെ എടുത്തോണ്ട് പോയി അറക്കാൻ കൊടുത്തിട്ട ആൾക്കാര് നെയ്യ് എവിടുന്ന് എടുത്തോണ്ടെന്ന് തരും? യോഗി സർ, ചില കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചില ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്. കുടുംബ രാഷ്ട്രീയം നടത്തുന്നവർ റേഷൻ മോഷ്ടിക്കുന്നു എന്ന് താങ്കൾ പറയുന്നു. ആരാണത് മോഷ്ടിച്ചത്? ആരുടെ റേഷനാണ് എടുത്തത്? ഞാനിപ്പോ ഗോരഖ്പൂരിലെ ഒരു സാധാരണ പൗരനായിട്ട് ഉത്തരം പറയാം. ഗോരഖ്പൂരിലെ ജനങ്ങളോട് എനിക്ക് കടപ്പാടും കടമയും ഉണ്ടായിരുന്നു. ഡിസംബർ 2016 ജനുവരി 17 യു പിയിൽ പല സ്ഥലത്തും വിശപ്പ് കൊണ്ട് പലരും മരിച്ചുപോയി. ഞാനവിടെ പോയി, കുഷിനഗറിൽ പോയിരുന്നു ഞാൻ. അതുപോലെ സോൻപത്രയിലും മരിച്ചു പോയിരുന്നു ആളുകൾ. നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോവും. അതായത് 2004 തൊട്ട് 2007 വരെയും കുഷിനഗറിലോട്ട് ഞാൻ പോയതായിരുന്നു. 2017 വിശപ്പ് കാരണം മരിച്ച ആ സംഭവം കൊണ്ട് ഞാൻ അവിടെ പോയതാണ്. ഞാൻ അവിടെ രാഷ്ട്രീയ കാര്യമായിട്ടല്ല പോയത്, ആ വാർത്ത കേട്ട് വിഷമിച്ച് പോയതാ ഞാൻ. എങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ മരിച്ചു പോയെന്നറിയാൻ. ഒരു സന്യാസിയായി, ഒരു യോഗിയായി, മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായി ഞാൻ അവിടെ പോയി നിന്ന് അവരെ സഹായിക്കാനായിട്ടാണ് പോയത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന്. ഞാൻ കുഷിനഗറിലോട്ട് പോയപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. ആ വീടുകൾക്കൊക്കെ 2004 മുതൽ 2007 വരെ ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. ഞാനവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, അറിയാവുന്നും പറഞ്ഞു. എല്ലാവർക്കും റേഷൻ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, അപ്പം ഞാൻ നിങ്ങൾക്ക് റേഷൻ കിട്ടുന്നില്ലെന്നാ ചോദിച്ചേ. ഞാൻ എപ്പോഴാണ് ചോദിച്ചതെന്ന് വെച്ചാൽ ജനുവരി 17 ചോദിച്ചേ. എല്ലാ റേഷൻ കാർഡും അവരുടെയൊക്കെ അവർ ജപ്തിയാക്കി വെച്ചു. പിന്നീട് മുസർ സമൂഹത്തിലുള്ളവർ ഒരുപാട് പേര് ഇവിടെ തന്നെ ഉണ്ട്. അവരെല്ലാവരുടെയും അവസ്ഥ വളരെ മോശമായിരുന്നു. ആ ഒരു അവസ്ഥ തന്നെയാ സോൻഭദ്രയിലും ഉണ്ടായിരുന്നത്. ഞാൻ ഒരു ദിവസം ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്ന സമയം ഫെബ്രുവരിയാണ്. ഡൽഹിയിൽ നിന്ന് ലക്നൌവിലോട്ട് വരുമായിരുന്നു ക്യാമ്പയിന് വേണ്ടി. അന്നൊരു വലിയ ഫംഗ്ഷനായിരുന്നു അത്, ഇലക്ഷൻ്റെ. അപ്പോൾ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ഇരുന്നായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ നോക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് അദ്ദേഹം ഫുഡ് ഇൻസ്പെക്ടറുടെ ഓഫീസറാണെന്ന് പറഞ്ഞ്
ഇൻട്രൊഡ്യൂസ് ചെയ്തു എനിക്ക്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, യു പിയിൽ ഒരുപാട് ആളുകൾ വിശപ്പ് കാരണം മരിക്കുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് പോയി നോക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരിട്ട് ഇക്കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. അതായത് ആ ജനങ്ങൾക്ക് റേഷൻ കാർഡില്ല, ഞങ്ങൾ റേഷൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പെന്നും പറഞ്ഞിട്ടു. ഞാനിവിടെ CM ആയിട്ട് പദവി എടുത്തതിന് ശേഷം സൈൻ ചെയ്ത് കൊടുത്ത ആദ്യത്തെ ഉത്തരവ് തന്നെ ഇതാണ്: ഈ ദേശത്തുള്ള എല്ലാ റേഷൻ കാർഡുകളും നന്നായിട്ട് ചെക്ക് ചെയ്യണം. ഇവിടെ ചുറ്റിനുള്ള റേഷൻ കടകളും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ നോക്കാൻ പറഞ്ഞു. 40 ലക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പാവപ്പെട്ടവരുടെ റേഷൻ കാർഡോ മറ്റൊരുത്തൻ്റെ കയ്യിൽ. എവിടെയൊക്കെ കൂടുതലുണ്ടായിരുന്നോ അവിടെ തന്നെ ഉടനെ സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തു. അതുകൊണ്ട് ഈ ദേശം മുഴുവൻ ഒരു ക്യാമ്പയിൻ വെച്ചിട്ട് 1,25,00,000 മേലെയുള്ള റേഷൻ കാർഡുകൾ പുതിയതായിട്ട് ഞാൻ മേടിച്ചു കൊടുത്തത്. അതായത് ഏതൊരു വലിയ പ്രശ്നമാണെങ്കിൽ പോലും അസുഖത്തിൽ മരിക്കുന്നതിനേക്കാൾ ആളുകൾ വിശപ്പിൽ മരിക്കുന്നതാണ് കൂടുതൽ. എന്നെക്കൊണ്ടത് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കൊറോണ കാലഘട്ടത്തും 2017-ലും യു പിയിൽ വിശപ്പ് കാരണം ആരും മരിച്ചിട്ടില്ല. ഇതിനു ശേഷവും നടക്കാൻ ഞാൻ വിടത്തില്ല. അത്രത്തോളം ഉത്തർപ്രദേശ് മുന്നേറിയിട്ടുണ്ട്. എന്റെ നോട്ടമൊക്കെ പാവപ്പെട്ട ജനങ്ങളുടെ മേത്താണ്. സമാജ്വാദി പാർട്ടി ഇരുന്ന സമയത്ത് ഭരണത്തില് ആ പാവപ്പെട്ടവരുടെ ഭക്ഷണം അവർ തന്നെ കഴിച്ചു. കുഷിനഗരത്ത് പോയപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആശ്ചര്യപ്പെട്ടു പോവും. മരിച്ചുപോയ ആ കുടുംബം ഒരു ചെറിയ കുടിസിലായിരുന്നു ഇരുന്നത്. ഒടിഞ്ഞുപോയ ഒരു റൂഫായിരുന്നു അത്. ഭയങ്കര ഡാമേജ് ആയിരുന്നു. ഞാൻ പോയി ചോദിച്ചതാ അവിടെ. ഞാൻ ചോദിച്ചത് അതായത് എങ്ങനെ ഇത് സംഭവിച്ചെന്നുള്ളത്. ഞാൻ ഇതിനു മുമ്പ് റേഷൻ കാർഡ് മേടിച്ച് തന്നതാണല്ലോ, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചെന്നാണ് ഞാൻ ചോദിച്ചത് അവരോട്. അന്ന് ഞാൻ വലിയൊരു പോരാട്ടം നടത്തിയായിരുന്നു ആ റേഷൻ കാർഡൊക്കെ അവർക്ക് വേണ്ടി മേടിച്ചു കൊടുത്തത്. അപ്പോൾ അവർ അതെ സാർ റേഷൻ കാർഡ് കിട്ടി, പക്ഷെ അവർ തിരിച്ചെടുത്തു എന്ന് ചൊറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ആരാ അത്. ആ വീടിൻ്റെ അടുത്ത് സമാജ്വാദി പാർട്ടിയുടെ മെമ്പറുടെ വീടുണ്ട്. അവരത് എടുത്തോണ്ട് പോയെന്ന്. അവരെങ്ങനെ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. അവന്മാരെന്താ അത്ര വലിയ ആളാണെന്നാണോ ഞാൻ ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ് സമാജ്വാദി പാർട്ടിയുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്, എന്ത് വേണമെങ്കിൽ ചെയ്യൂ അത്രേ. ഇങ്ങനെ ഭക്ഷണത്തിനെ പോലും സ്കാം അടിച്ചേക്കുവാ. സത്യം പറയണമെങ്കിൽ അതായത് 2005-ൽ പോലും ബലിയ ഗോണ്ട പോലെയുള്ള 12 ഭാഗത്താണ് ഇത് സംഭവിച്ചത്. 1000 കോടിക്ക് മേലെയാണ് ഭക്ഷണ സാധനങ്ങൾ ഇവർ അഴിമതി കാണിച്ച് നടത്തിയിരിക്കുന്നത്. അപ്പോഴും വിശപ്പ് കാരണം എല്ലാവരും മരിച്ചോണ്ടിരുന്നു. അന്നും 12 തൊട്ട് 17 പേരോളം മരിച്ചോണ്ടിരുന്നു. ഇപ്പോഴും എന്നെക്കൊണ്ട് പറയാൻ പറ്റും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിൽ നിന്നും അത് തന്നെ ഏറ്റവും നല്ലത്. ഞാൻ ഗർവത്തോടെ പറയും ഉത്തർപ്രദേശിന് ഇത് ഇവിടെയുള്ള ഓരോ പാവപ്പെട്ടവനും റേഷൻ കിട്ടുന്നുണ്ടെന്ന്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ടീമിനെ അയച്ചിരുന്നു. അവരാണ് ഏറ്റവും നല്ല സൂപ്പർ ടീമെന്നും അവർ പ്രൂവ് ചെയ്തു. അതില് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം ജനങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് മാസത്തിൽ 2 പ്രാവശ്യം റേഷൻ ബയോമെട്രിക് മുഖേന ലഭിക്കുന്നു. അതുമാത്രമല്ല ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യാൻ ഒരു നമ്പറുണ്ട്, ഉടൻ തന്നെ ആക്ഷൻ എടുക്കുന്നു എന്നും പറയുന്നു. അതുകൊണ്ടാണ് ടോൾ ഫ്രീ നമ്പർ ഉള്ളത്. ഞങ്ങള് റേഷൻ കടകളില് ഈ പോസിന്റെ മെഷീൻ മാത്രമല്ല വെച്ചത്. ആ ഇ പോസ് മെഷീനിൽ വീഡിയോ വോയിസ് മെഷീനായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ അവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ ഞാനുള്ള ലക്നൗ സ്ഥലത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ അലേർട്ട് വരും. പിന്നെ ഉടനടി വിചാരണയുണ്ടാവും എന്തുകൊണ്ടാണ് മെഷീൻ എടുത്തതെന്നുള്ള. എന്താ പ്രശ്നമെന്ന് ചോദിക്കും. ടീം തന്നെ നേരിട്ട് വന്ന് നോക്കിയിരിക്കും. അത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോയെന്ന് അവർ നോക്കും. സഹായം ആവശ്യം വരുന്ന ഓരോരുത്തരും ഞാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് റേഷൻ കാർഡ് ഇല്ലേ പോലും അവർക്ക് റേഷൻ കൊടുക്കണം. ഫോർമാലിറ്റീസൊക്കെ നമുക്ക് പിന്നീട് നോക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതും കൂടെ പറ്റിയില്ലെങ്കിൽ അവർ എൻ്റെ അടുത്തേക്ക് അയക്കേ, ഞാൻ എൻ്റെ ചെലവിൽ നോക്കാം അവരെ. പക്ഷെ ആരും വിശപ്പ് കാരണം മരിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ അതിന് ബന്ധപ്പെട്ടവരായിട്ട് തീർച്ചയായിട്ടും ഞാൻ സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്യും. അതുകൊണ്ട് ഈ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തവരൊക്കെ ഇതിനു മുമ്പ് പാവപ്പെട്ടവരൊക്കെ റേഷനായിരുന്നു കഴിച്ചിരുന്നത്. ഇന്നെല്ലാവർക്കും കിട്ടുന്നുണ്ട്. കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് വിശപ്പുമായിട്ടുള്ള മരണങ്ങൾ ഏർപ്പെട്ടിരിക്കണമല്ലോ. അങ്ങനെ നടന്നില്ല. അങ്ങനെ നടക്കാൻ ഞാൻ വിട്ടിട്ടുമില്ല യോഗി സാർ. പക്ഷേ ഓക്സിജന്റെ കുറവുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ ബെഡിന്റെ കുറവുകൾ ഉണ്ടായിരുന്നു. 2 മാസമാണ് ജനങ്ങൾ കഷ്ടപ്പെട്ടത്. അതായത് നിങ്ങൾ UP നോക്കുവാണെങ്കിൽ ഒരുപാട് ജനങ്ങളുള്ള ഒരു ഭാഗമാണത്. 10 തൊട്ട് 12 ദിവസം വരെ ഓക്സിജന്റെ കുറവ് എന്തായാലും ഉണ്ടായിരുന്നു അവിടെ. അത് ഞാൻ ഒരിക്കലും ഇല്ലെന്ന് പറയത്തില്ല. അതൊരു വലിയ പാനിക്കായിട്ട് തന്നെ അവർ മാറ്റി. അത് പാനിക്കായിട്ട് മാറ്റാണ്ടിരുന്നിരുന്നാൽ
ഓക്സിജൻ സപ്ലൈ ഞങ്ങൾ നല്ല രീതിക്ക് തന്നെ ചെയ്തു വന്നോണ്ടിരുന്നേനെ. ഈ കാര്യത്തിൽ ജനങ്ങൾ വല്ലാതെ അങ്ങോട്ട് പേടിച്ചു പോയി. ഓരോരുത്തരും മേടിച്ച് വീട്ടിൽ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയത്. ഓക്സിജന്റെ ആവശ്യമില്ലാത്തവർ പോലും വീട്ടിൽ മേടിച്ചത് സ്റ്റോർ ചെയ്ത് വെച്ച്. ഞങ്ങൾ പ്രധാനമന്ത്രി മോദിജിക്ക് നന്ദി പറഞ്ഞേ പറ്റൂ. ഇവിടെ എയർഫോഴ്സ് വിമാനങ്ങൾ ഉപയോഗിച്ച് ഓക്സിജൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്തു. സ്പെഷ്യൽ ഓക്സിജൻ ട്രെയിൻ പോലും ഏർപ്പാട് ചെയ്തു. UP പല നാടുകൾക്കും ഓക്സിജൻ കിട്ടാനായിട്ടുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുത്തു. ഇന്ന് ഉത്തർപ്രദേശം ഓക്സിജൻ ബാക്കപ്പ് കൂടുതലുള്ളതിൽ ഞങ്ങൾ ഒരുപാട് സന്തുഷ്ടരാണ്. താങ്കൾ പറയുന്നത് പോലെ ഇനി ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഒരുപക്ഷെ ഉണ്ടായാൽ ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞ കുറച്ച് വർഷത്തെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇനിയും ഒരു വർഷം തീർന്നിട്ടില്ലല്ലോ. ഏപ്രിലിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിരുന്നു. ഞങ്ങൾ UP 551 ഓക്സിജൻ പ്ലാന്റാണ് നിയമിച്ചിരിക്കുന്നത്. ഈ നാട്ടിൽ വെച്ചും അധികം ഓക്സിജനുള്ള ഒരു സ്ഥലം UP ആണ്. അതിൽ PM കെയർ ഫണ്ട് മൂലം കിട്ടി, CSRലും കിട്ടി. പിന്നെ ഈ സ്ഥലത്തുനിന്ന് കുറച്ച് ഫണ്ട് ഒതുക്കിയിട്ട് ഓക്സിജൻ പ്ലാന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റും, UPയിലുള്ള ഓരോ സ്ഥലങ്ങളും ഓക്സിജന്റെ കാര്യത്തിൽ ഫുൾഫിൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അങ്ങനെ ഒരു ക്രൈസിസ് ഏർപ്പെടത്തില്ല ഇവിടെ. യോഗി സാർ, താങ്കൾ കൊറോണ മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിച്ചു, റേഷനെ കുറിച്ച് സംസാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഫ്രീ ഗ്യാസിനെ കുറിച്ചും താങ്കൾ സംസാരിച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ UP ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ ധാരാളം പേരിലേക്ക് ചെല്ലുന്നു. പ്രഥമർ മോദിജി നാടിന്റെ അജണ്ട മുഴുവനും മാറ്റിയിട്ടുണ്ടല്ലോ. ഇന്നും ചിലർ ജാതി എന്നുള്ളൊരു കണക്കിൽ അവരിങ്ങനെ കുരുങ്ങി കിടക്കുവാണല്ലോ. ഇവരത്രയും പേര്, മറ്റവരത്രയും പേര്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാൽ BJPക്ക് ഒരുപാട് നഷ്ടമാണെന്ന് മറ്റുള്ള രാഷ്ട്രീയക്കാർ കണക്കിട്ടുകൊണ്ടിരിക്കുവാണ്. പക്ഷെ അതൊക്കെ പഴയ കാലമാണ്. ഇപ്പോ 2014 മോദി അദ്ദേഹം നാടിന്റെ മുഴുവൻ രാഷ്ട്രീയ ബാഹുവും മാറ്റിയിട്ടുണ്ട്. ഇതിനു മുമ്പും ജാതി, മൊഴി, മതം ഓരോ പകുതിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ വളർച്ച, പാവപ്പെട്ടവർക്കായിട്ടുള്ള പദ്ധതി, സുരക്ഷ, ഇതുപോലത്തെ കാര്യങ്ങളാണ് സംസാരിക്കപ്പെടുന്നത്. ഇതൊരു ഉദാഹരണമാണ്. കർഷകരായിക്കോട്ടെ, പാവപ്പെട്ടവരായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, പെണ്ണുങ്ങളായിക്കോട്ടെ, തൊഴിലാളി ആയിക്കോട്ടെ, ഇല്ല ഈ സൊസൈറ്റിയിൽ എന്തായി വേണമെങ്കിലും ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന ഓരോ പരിപാടിയിലും ഒരു മുന്നേറ്റം വേണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇത് നടത്തിക്കൊണ്ടുപോണേ. എനിക്കറിഞ്ഞ് ഇതൊരു യാതൊരു വിധത്തിൽ ആരെയും ഡിസ്റ്റർബ് ചെയ്യാണ്ട് അതിന്റെ ഫ്ലോയിൽ അങ്ങ് പോകുന്നതാണ് തോന്നുന്നത്. കൃഷിക്കാരുടെ പ്രധാനപ്പെട്ട ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ പശുക്കൾ വയലിലേക്ക് പോകുന്നു, കൃഷിയെല്ലാം നശിപ്പിക്കുന്നു, രാത്രി മുഴുവനും കാവലിരിക്കേണ്ടി വരുന്നു. ഇത് സമാജ്വാദി പാർട്ടിയിലുള്ളവരും പറയുന്ന പരാതിയാണ്. അതായത് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഗോമാതാവിന് വെട്ടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അതുപോലെ കർഷകരുടെ കൃഷിയൊന്നും നശിക്കാനും സമ്മതിക്കില്ല ഞങ്ങൾ. അതായത് ഗോമാതാക്കളെ 2017 മുമ്പ് സ്ലോട്ടർ ഹൗസിലോട്ട് കൊണ്ടുപോകും. വേണോന്ന് വെച്ചായിരിക്കും എടുത്തോണ്ട് പോകുന്നത്. കിഡ്നാപ്പും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്നെ കൊണ്ട് UPയിൽ പറയാൻ പറ്റും ഒരു കിഡ്നാപ്പും അങ്ങനെ നടന്നിട്ടില്ല. ഗവൺമെന്റിന് ഓപ്പോസിറ്റ് ഒരു സ്ലോട്ടർ ഹൗസും ഇല്ല ഇവിടെ. പക്ഷേ ഇതിനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ടാവണം. അതായത് ഞങ്ങളുടെ അടുത്ത് 9 ലക്ഷത്തോളം വീട്ടിൽ വളർത്തുന്ന പശുവാണുള്ളത്. ഇപ്പോൾ ഗവൺമെന്റ് നടത്തുന്ന ഗോശാലകളെല്ലാം നന്നായിട്ട് നോക്കുന്നു. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ 1 ലക്ഷം പശുക്കളൊക്കെ കർഷകരുടെ കുടുംബത്തിലുണ്ട്. ആ ഓരോ പശുവിനും മാസം 900 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഗോമാതാവിനെ ശുശ്രൂഷിക്കുന്നത് ഒരു പുണ്യമാണ്. പ്രകൃതി കർഷകവുമായിട്ട് പ്രധാനമന്ത്രി ഇത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭാവിയിൽ നിങ്ങൾക്ക് ഗ്യാസോ ഇല്ലെങ്കിൽ കത്തുന്ന സാധനങ്ങളുടെ പ്രശ്നത്തിലോ ഇത് ഞങ്ങൾ മുഴുവൻ ഉപയോഗിക്കാൻ പോവുകയാണ്. ഞങ്ങൾ സേവാക്ത യോജന 1 ലക്ഷം പശുക്കൾക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ പശുവിനും മാസം 900 വെച്ചാണ് കൊടുക്കുന്നത്. ഓരോ പശുവിനും. ഒരു കർഷകന്റെ അടുത്ത് 4 പശു ഉണ്ടെങ്കിൽ ആ കർഷകന് മാസം 3600 രൂപ വെച്ച് കിട്ടും ഞങ്ങളുടെ കയ്യിൽ നിന്ന്. ഞങ്ങൾ മറ്റൊരു പുതിയ പദ്ധതിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. സുരക്ഷാ ബോർഡറുകളിലുള്ള പ്രസവിച്ച പശുക്കൾക്ക് വേണ്ടി ഞങ്ങൾ ന്യൂട്രീഷനായിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത്. അവർക്ക് ഞങ്ങൾ പശുവും കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം അതിന് 900 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനു വേണ്ടിയുള്ള വെരിഫിക്കേഷൻ തീർച്ചയായിട്ടും സംഭവിക്കും. പശുവിനെ നന്നായിട്ട് നോക്കുന്നുണ്ടോ, അതിനെ നല്ല രീതിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ, ഞങ്ങൾ എപ്പോഴും എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇതുകൊണ്ട് ഒരു വലിയ മാറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പ്ലാനിങ്ങിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? കാരണം അതായത് പ്ലാനിങ്ങിൽ ഒരു തെറ്റുമില്ല. എന്താ സംഭവിച്ചാ വെച്ചാ, അതായത് സർക്കാർ മുഴുവനായിട്ട് ഈ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ചിലർ ഗവൺമെന്റ് ഇത് എന്തായാലും നോക്കുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ അതിനെ വളർത്താണ്ട്
അതിനെങ്ങനെ പുറത്ത് തുറന്നു വിട്ടേക്കുവാണ്. അതേ സമയത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. വളരെ തെളിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനു മുന്നേ വീട്ടിൽ വളർത്തിയവർ ചിലരെയൊക്കെ നോക്കുവാണെങ്കിൽ BJPക്ക് എന്തെങ്കിലും പ്രശ്നം വരുത്തണമെന്ന് തന്നെ അവരുടെ പ്ലാനിട്ട് അവരുടെ പശുക്കളൊക്കെ ചന്തയിലോ അല്ലെങ്കിൽ തെരുവുകളിലോട്ടോ ഇങ്ങനെ തുറന്നു വിട്ടേക്കുവാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. പശുക്കളൊക്കെ നന്നായിട്ട് കെയർ ടേക്ക് ചെയ്യാൻ പോവാണ് ഞങ്ങൾ. നാളെ ഞങ്ങളുടെ പശുവാണെന്നൊന്ന് പറയാണ്ടിരിക്കാൻ. പിന്നീട് അതുങ്ങളെ ഗോശാലയിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിക്ക് ഞങ്ങൾ നോക്കും. എനർജി ആയിട്ട് വെക്കാൻ പോവാണ്, പ്രകൃതിപരമായിട്ട് അതിനെ നോക്കാൻ പോവാണ്. ഭാവിയിലോട്ടൊരു നല്ല കാര്യങ്ങൾ തന്നെ നടക്കും എന്തായാലും. അതായത് ഉത്തർപ്രദേശം പ്രകൃതിപരമായും പരമാത്മപരമായും ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. UPയിൽ എന്താ ഇല്ലാത്തേ? എല്ലാം ഉണ്ട്. അതായത് ഉത്തർപ്രദേശത്തിൽ ഞങ്ങൾ ഗോമാതാവിനെ സുരക്ഷിക്കും, നമ്മുടെ കർഷകരെ സുരക്ഷിക്കും, കൃഷികാര്യങ്ങളും നമ്മൾ സുരക്ഷിക്കും, പ്രകൃതിയും നമ്മൾ സുരക്ഷിച്ചിരിക്കും. പ്രധാനമന്ത്രി മോദി അദ്ദേഹം കൊണ്ടുവന്ന ഈ പ്രകൃതിപരമായ കൃഷിക്കും പിന്നീട് യൂണിയൻ ബഡ്ജറ്റിലും ഇത് പ്രധാനമായിട്ട് സംസാരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരു പശു മുതൽ ഒരു വർഷത്തിൽ 30 ഏക്കറായ സ്ഥലത്തിന് ആവശ്യമുള്ള ഫെർട്ടിലൈസർ കിട്ടിയിരിക്കും. പുറത്തു നിന്ന് ഫെർട്ടിലൈസർ മേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം പശുവിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ആ ഒരു വഴിയിലാണ് ഞങ്ങൾ ഈ പ്രകൃതി കർഷകൻ നടത്തിക്കൊണ്ടു പോകുന്നത്. അത് സക്സസ് ആവുന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് എന്തായാലും ഉണ്ട്. താങ്കൾ റേഷൻ നൽകുകയാണെങ്കിൽ അഖിലേഷ് യാദവ് പറയുന്നത് അവർ റേഷനോടൊപ്പം നെയ്യും കടുകെണ്ണയും കൊടുക്കുമെന്നാണ്. റേഷൻ തന്നെ വിഴുങ്ങുന്നവരാണോ നെയ്യ് തരാൻ പോകുന്നത്? പശുവിനെ എടുത്തോണ്ട് പോയി അറക്കാൻ കൊടുത്തിട്ട ആൾക്കാര് നെയ്യ് എവിടുന്ന് എടുത്തോണ്ടെന്ന് തരും? നെയ്യ് എന്താണെന്ന് അവർക്കറിയാവുന്ന അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം. കൊറോണ സമയത്ത് പോലും റീഫൈൻഡ് ഓയിൽ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളായിരുന്നു. ഞങ്ങളുടെ റേഷൻ തന്നെ അവർ തിന്നും. ഞങ്ങൾ റേഷൻ 2 പ്രാവശ്യമാണ് കൊടുക്കുന്നത്. ഞാൻ പ്രധാനമന്ത്രിക്ക് ഒരു വലിയ നന്ദി പറയുന്നു. കഴിഞ്ഞ 22 മാസങ്ങളായി UPയിൽ 15 കോടി ജനങ്ങൾക്കും നാട് നീളെ 80 കോടി ജനങ്ങൾക്കും ഫ്രീ റേഷൻ കൊടുക്കാൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ UP സർക്കാരും ഒരുമിച്ചാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് മാസം 2 പ്രാവശ്യമാണ് കിട്ടുന്നത്. ഞങ്ങളതിൽ പരിപ്പ്, ഉപ്പ്, റീഫൈൻഡ് ഓയിലും കൊടുക്കുന്നുണ്ട്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ നോക്കുവാണെങ്കിൽ സമാജ്വാദി പാർട്ടി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ആദ്യം അവർക്കിടയിൽ തന്നെ പ്രശ്നം സ്റ്റാർട്ടാവും. അളിയന്മാർക്കും മച്ചാന്മാർക്കും അവിടെ തന്നെ ആദ്യം പ്രശ്നമാ, വാക്കുവാദവും. ഓരോരുത്തർക്കും ഇടയെ വഴക്ക് വന്നുകൊണ്ടിരിക്കും. ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ആ സമാജ്വാദി പാർട്ടിയിൽ അതവരുടെ ബ്ലഡിൽ ഒട്ടും തന്നെ ഇല്ല. മറ്റൊരു കാര്യവും അവർ പറയുന്നുണ്ട്, അതായത് ലാപ്ടോപ്പ് കൊടുക്കാമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം അവർ കൊടുത്തിരുന്നു. എത്ര യുവാക്കൾക്കാണ് കിട്ടിയത്? 15 ലക്ഷം യുവാക്കളുടെ പേരാ വന്നേ. അതിലും ചിലർക്ക് മാത്രം വന്നത്, മറ്റുള്ളതെല്ലാം മായമായി മറഞ്ഞും പോയി. അല്ല, ആ സമയത്ത് ഞാൻ മുലായം സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു. ഈ ലാപ്ടോപ്പ് നൽകുന്നത് നിർത്തുക, അതിൽ എല്ലാവരും മോദിയെയും യോഗിയെയാണ് കാണുന്നതെന്ന്. കറക്റ്റായിട്ടല്ലേ പറഞ്ഞത്? ജനങ്ങൾ കാണാൻ ആഗ്രഹമുള്ളതല്ലേ കാണത്തുള്ളൂ. കാണാനുള്ള രീതിക്ക് ഒന്നുമില്ലെങ്കിൽ പിന്നെ അവർ പോയി എന്താ കാണാൻ പോകുന്നത്? അതായത് രജത് സാർ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇപ്പോ ഒരു കുറ്റവാളി പോലും അവന്റെ മോൻ കുറ്റവാളി ആവണമെന്ന് വിചാരിക്കത്തില്ല. ഒസാമ ബിൻ ലാഡൻ പോലും അദ്ദേഹത്തിന്റെ മകൻ തീവ്രവാദി ആവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അതുപോലെ തന്നെയാ ഏതൊരച്ഛനും അവരുടെ മകൻ രാവിലെ എണീറ്റ ഉടനെ ലാപ്ടോപ്പില് ഇവരുടെ ഫോട്ടോ കാണണമെന്ന് വിചാരിക്കത്തില്ല. അങ്ങനെ അബദ്ധവശാൽ കണ്ടാൽ ആ നാളല്ല, ആ വർഷം തന്നെ നശിച്ചു പോയേക്കും. അതുകൊണ്ട് മുലായം സിംഗ് ജി ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള നേതാവാണ്. അതുകൊണ്ടാ കരിങ്കല്ലിൽ പോയി നല്ല ബുദ്ധിയുള്ള രീതിക്ക് സംസാരിച്ച്. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നോക്കിയേ, ഞാൻ വന്നു, നിങ്ങൾ ആരെയാണോ വിജയിപ്പിക്കാൻ വിചാരിച്ചത് വിജയിപ്പിക്കുക. അപ്പൊ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ആരാ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പേര് പറയാൻ പറഞ്ഞു. അതിന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ആരാ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയോന്ന് പറഞ്ഞു. അതായത് ഒരു പാർട്ടിയുടെ ദേശീയ നേതാവ് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന ആളിന്റെ അച്ഛനായിരിക്കുന്ന ആള്, പണ്ടത്തെ രാഷ്ട്രീയ നേതാവായിരുന്ന് ഇപ്പോഴത്തെ ദേശീയ നേതാവിന്റെ അച്ഛനായിട്ട് പോലും മറന്നെന്നാണ് തോന്നുന്നത്. അച്ഛന് മകന്റെ പേര് അറിയില്ലെന്ന് വെച്ചാ ഇത് ഞാൻ എന്തെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ? ഇതിനപ്പുറം എനിക്ക് പറയാനൊന്നുമില്ല. സമാജ്വാദി പാർട്ടിയുടെ വീഴ്ച ആരംഭിച്ചെന്ന് എനിക്ക് തോന്നുന്നേ. നോക്കൂ, അതായത് നിങ്ങൾക്ക് ശ്രീലങ്കയിൽ നടന്ന സംഭവം ഓർമ്മ വരുന്നില്ലേ? ലങ്കിനിയുടെ കഥ ഓർമ്മ വരുന്നില്ലേ? ലങ്കിനി ഇങ്ങനെ തന്നെയാ വിചാരിച്ചത്. അവള് ഹനുമാനെ വളരെ നിസ്സാരമായി കരുതിയിരുന്നു.
ഒരു ചെറിയ കുരങ്ങല്ലേ, വിരട്ടിയാ പൊക്കോളൂന്ന് വിചാരിച്ചു. പക്ഷേ ബജ്രംഗ് ബലി വിശ്വരൂപവും കാണിച്ചപ്പോൾ ലങ്കിനിയിലെത്തി ഒരു നല്ല ഉത്തരം കൊടുത്ത സമയത്ത് ലങ്കിനിക്കത് മനസ്സിലായി. അതായത് ഇപ്പോ എൻ്റെ ആയുസ്സും തീരാൻ പോവാ, ലങ്കയുടെ കഥയും തീരാൻ പോവാന്ന്. അതുപോലെ സമാജ്വാദി പാർട്ടിയും തീരാൻ പോവാ. ആ പാർട്ടിയുടെ ദേശീയ നേതാവിന്, അതായത് പണ്ടത്തെ ദേശീയ നേതാവിന് ഇപ്പോഴത്തെ ദേശീയ നേതാവിന്റെ പേരറിയത്തില്ല അത്രേ. സ്വന്തം അച്ഛന് മകന്റെ പേരറിയത്തില്ലെന്ന്. ഇതിൽ തന്നെ മനസ്സിലാക്കൂ, ത്രേതായുഗത്തിൽ നടന്ന ആ ഒരു കാര്യം ഇപ്പം വീണ്ടും സംഭവിക്കാൻ പോവാ. യോഗി സാർ, വളരെ വളരെ നന്ദിയുണ്ട്. താങ്കളുടെ ഈ ബിസി ഷെഡ്യൂളിലും ഞങ്ങൾക്ക് വേണ്ടി സമയം ഒതുക്കിയതിന് വളരെ വളരെ നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. ജനങ്ങൾക്ക് നന്ദിയുണ്ട്.